السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. കേരളത്തിൻ്റെ മനസ്സ് നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത വയനാട് ജില്ലയിൽ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ മനുഷ്യർ. രാത്രി കിടന്നുറങ്ങിയ ആളുകൾ അപ്രതീക്ഷിതമായി അല്ലാഹുവിൻ്റെ വലിയൊരു പരീക്ഷണത്തിന് വിധേയരാകുന്നു. പലരും മരണത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. പലരും അതിൻ്റെ അനുബന്ധമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും സലാമത്ത് നൽകുമാറാവട്ടെ. ബന്ധുമിത്രാദികൾ മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു മനസ്സമാധാനം നൽകട്ടെ. ആ ദുരന്തത്തിൽ മരണം സംഭവിച്ച വിശ്വാസികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി സ്രഷ്ടാവിനെ ചോദ്യം ചെയ്യുന്ന, എന്നാൽ അമാന്യമായ രീതിയിൽ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഈ ഒരു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടും നമ്മൾ കാണുകയുണ്ടായി. അള്ളാഹു അല്ലെങ്കിൽ സ്രഷ്ടാവ്, ദൈവം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇല്ലെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ആളുകൾ തന്നെ ഒരു മാന്യമായ സദസ്സിൽ പരാമർശിക്കാൻ പറ്റാത്ത വിധം സഭ്യതരമായ പദങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു, പരിഹസിക്കുന്നു, കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടൊന്നും പോരാഞ്ഞ് ചെറിയ മക്കളുടെ ഡയറി കുറിപ്പുകളായി അവരുടെ ആശയം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടി ഡയറിയിൽ എഴുതി എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ആഘോഷമായ ചില ചാനലുകളൊക്കെ പെരുന്നാളായി കൊണ്ടുവരിക ഒരു പേജ് നിങ്ങളൊക്കെ വായിച്ചു കാണും. എന്താണ് ദൈവം എല്ലാവരെയും രക്ഷപ്പെടുത്താത്തത് എന്നാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നതിനെ കുറിച്ച് നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. ദൈവത്തിൻ്റെ ആസ്തിക്യം ചോദ്യം ചെയ്യാൻ എത്ര പണിപ്പെട്ടാലും ഇവർക്കൊന്നും സാധ്യമല്ലെന്നതും നമുക്കറിയാം. കാരണം അവരുടെ ഉണ്മ തന്നെ ദൈവത്തിൻ്റെ ഉണ്മയ്ക്ക് തെളിവാണ്. ഞാനിവിടെ ഉണ്ട് എന്നത്, എന്നെ സൃഷ്ടിച്ച ഒരു തമ്പുരാനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ദൈവത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സാന്നിധ്യം തന്നെ പടച്ച റബ്ബിൻ്റെ സാന്നിധ്യത്തിന് തെളിവാണ്. ഞാനുണ്ടാവണമെങ്കിൽ എനിക്കൊരു പിതാവ് വേണം. നമ്മൾ ബയോളജിക്കലായിട്ട് ചിന്തിച്ചാൽ അദ്ദേഹം ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിനും ഒരു പിതാവ് വേണം. ആ ശൃംഖല അനന്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ എന്ന് പറയുന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കില്ല. നിങ്ങളാരും എൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല. അനന്തമായി
നമ്മളെത്ര അങ്ങോട്ട് സങ്കല്പിച്ചാലും അദ്ദേഹത്തിനപ്പുറം വേറൊരാൾ, അതിനുമപ്പുറം വേറൊരാൾ. ആ രീതിയിൽ ഇത് അനന്തമായൊരു ശൃംഖലയായി പോവുകയാണെങ്കിൽ ഒരിക്കലും ആ ശൃംഖലയുടെ ലാസ്റ്റ് കണ്ണിയാവുന്ന ഞാനോ നിങ്ങളോ ഇവിടെ രൂപപ്പെടുകയേ ഇല്ല. പിന്നെ എവിടെയോ പോയി ഇതൊന്ന് അവസാനിക്കണം. ആ അവസാനിക്കുന്നയാൾ സൃഷ്ടിയാണ്. അദ്ദേഹത്തിന് ഒരു സ്രഷ്ടാവുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ജൈവികമായ മാതാവോ പിതാവോ ഉണ്ടായിരിക്കില്ല. അദ്ദേഹത്തിനും ഒരു പിതാവുണ്ടെങ്കിൽ ആ പിതാവിനും വേറൊരു പിതാവ് വേണമെങ്കിൽ, അദ്ദേഹത്തിന് മറ്റൊരു പിതാവ് വേണമെങ്കിൽ ഈ ലാസ്റ്റ് കണ്ണിയിലേക്ക് ഇതെത്തൂല. അതങ്ങനെ അനന്തമായി പോയിക്കൊണ്ടേയിരിക്കും. പരിശുദ്ധ മതം പഠിപ്പിക്കുന്നു, ഈ മനുഷ്യ ശൃംഖലയുടെ അവസാനം എത്തിച്ചേരുന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കാണ്. ഈ ആദം നബിയോ ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ്, പടച്ച റബ്ബ് സൃഷ്ടിച്ചു. ഇതല്ലാതെ മനുഷ്യ സൃഷ്ടിപ്പിന് ബുദ്ധിപരമായ ഒരു വിശദീകരണം നൽകാനേ കഴിയില്ല. ആദം നബിയെ മണ്ണിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു. ഈ മണ്ണ് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് ഈ മഹാപ്രപഞ്ചം രൂപപ്പെട്ടത്? എങ്ങനെയാണ് ഈ മഹാപ്രപഞ്ചം രൂപപ്പെട്ടത്? മതം നൽകുന്ന ഉത്തരം അവിടെയും നമ്മളെ സഹായിക്കാനെത്തുന്നു. പടച്ച റബ്ബ് സൃഷ്ടിച്ചു തന്നെ. 1382 കോടി വർഷം മുന്നേ, ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ പ്രപഞ്ചം സമ്പൂർണമായ ശൂന്യമായിരുന്നു. ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ചന്ദ്രനില്ല, ഭൂമിയില്ല, സൂര്യനില്ല, അനന്തകോടി താരകങ്ങളില്ല. നമ്മൾ ഈ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളോ നമ്മൾ കാണുന്ന വളരെ നയന മനോഹരമായ കാഴ്ചകളോ ഒന്നുമില്ല. സമ്പൂർണ്ണ ശൂന്യത. അന്ന് ഇരുട്ടാണോ വെളിച്ചമാണോ? അന്ന് ഏത് സമയമായിരുന്നു? അത് എത്ര പഴക്കണ്ട്? ഇതിനെക്കുറിച്ചുള്ള ചോദ്യം പോലും സംഗതമല്ലെന്നാണ് അത് സംബന്ധമായ ഏറ്റവും വലിയ പഠനം നടത്തിയ സയന്റിസ്റ്റുകളൊക്കെ പറയുന്നത്. കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സംഭവം രൂപപ്പെട്ടതിന് ശേഷമാണ് പകലുണ്ടാകുന്നത്, രാത്രി ഉണ്ടാകുന്നത്, കാലമുണ്ടാകുന്നത്, സ്പേസ് ഉണ്ടാകുന്നത്, സ്ഥലമുണ്ടാകുന്നത്. സംബന്ധമായ ആധുനികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം 3-4 വർഷം മുന്നേ മരണപ്പെട്ട സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസിൻ്റെതാണ്. അദ്ദേഹം ദ യൂണിവേഴ്സ് ഇൻ നട്ട്ഷെൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ മഹാപ്രപഞ്ചം ഒരു ചെറിയ തോടിനുള്ളിൽ ചതഞ്ഞരഞ്ഞു കിടക്കുകയായിരുന്നു എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ സവിസ്തരം ഇത് സമർത്ഥിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഈ പ്രപഞ്ചത്തിന് ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു സംഭവം മുൻകടന്നിരുന്നു എന്നർത്ഥം. പിന്നെ എങ്ങനെ പ്രപഞ്ചം രൂപപ്പെട്ടു? അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ ഈ വേദിയിൽ പ്രവേശിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പ്, പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോടും മാനവ സമൂഹത്തോടും ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ട്, ഈ മഹാപ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചയാളെ പരിപാലിച്ചയാളെ ഇതുവരെയും വളർത്തിക്കൊണ്ടുവന്ന് നമുക്ക് സംവിധാനിച്ചു തന്നയാളെ നിങ്ങൾ നിഷേധിക്കുകയാണോ? സൂറത്ത് ഇബ്രാഹിമിൽ എല്ലാ പ്രവാചകന്മാരും ഉന്നയിച്ച ഒരു ചോദ്യമായി ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത്, കാനത്ത് റുസുലുഹും ഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്. അതത് കാലങ്ങളിൽ ഓരോ പ്രവാചകനും ജനങ്ങളോട് ചോദിച്ചു, അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവെ കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണോ? ആ സംശയത്തിനൊരു പ്രസക്തിയില്ല. എന്തുകൊണ്ട്? ഫാത്തിരി സമാവാതി വൽ അർദ്, അള്ളാഹു ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്. ഈ പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു, ഉരവം പ്രാപിച്ചു എന്ന ചിന്ത തീർച്ചയായും ഒരു സൃഷ്ടാവിലേക്ക് എത്തിക്കുന്നു. ആ സൃഷ്ടാവിനെ നിഷേധിക്കാൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും സാധ്യമല്ല. അതുകൊണ്ടാണ് ഒന്നാം മനുഷ്യൻ മുതൽ ഇന്നുള്ള ഏറ്റവും അവസാനത്തെ ആധുനികനാകുന്ന ഈ മനുഷ്യർ വരെയും ദൈവവിശ്വാസികളാകുന്നത്. ലോകത്തിന്റെ പൊതുവെയുള്ള ചരിത്രത്തിൽ മഹാഭൂരിപക്ഷം ദൈവവിശ്വാസികളായിരുന്നു, പരലോക വിശ്വാസികളായിരുന്നു. മെസോപ്പൊട്ടേമിയൻ നാഗരികതയെക്കുറിച്ച് നല്ല പഠനങ്ങളുണ്ട്. അന്ന് ജീവിച്ച മനുഷ്യരെല്ലാവരും പരലോക വിശ്വാസികളായിരുന്നു, ദൈവവിശ്വാസികളായിരുന്നു. ഈജിപ്തോളജി വളരെ വികസിച്ച ഒരു പഠനശാഖയാണ്.
ഈജിപ്തിലെ ഏത് കാലഘട്ടത്തിലുമുള്ള മനുഷ്യർ ദൈവവിശ്വാസികളായിരുന്നു, പരലോക വിശ്വാസികളായിരുന്നു. അതുകൊണ്ടാണ് അവർ ഖബറിൽ അന്നം വെച്ചത്, വെള്ളത്തിന്റെ കൂജകൾ വെച്ചത്, ആഭരണങ്ങൾ വെച്ചത്. ഇതിനുശേഷം ഒരു ജീവിതമുണ്ടെന്ന് അവർ ന്യായമായും വിശ്വസിച്ചു. ചരിത്രത്തിൽ ലോലമായ വളരെ ദുർബലമായൊരു വിഭാഗം പ്രവാചകന്മാരെ നിഷേധിച്ചിട്ടുണ്ട്, ദൈവത്തെ നിഷേധിച്ചിട്ടുണ്ട്, സ്രഷ്ടാവിനെ നിഷേധിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അതിലേക്കും സൂചന നൽകുന്നു, പലയിടങ്ങളിൽ വിശദീകരിക്കുന്നു. സൂറത്തുൽ ജാസിയയുടെ 24-ാമത്തെ വചനം. വിശദീകരിക്കാൻ സമയം കുറവാണ്. അന്നുള്ള കുറെ നിഷേധികളുടെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത്, അവരെല്ലാവരും പറഞ്ഞു, നമ്മളൊക്കെ ജീവിക്കുന്നു, നഹിയ വനമൂത്ത്, കുറെ കഴിയുമ്പോൾ മരിക്കുന്നു. ഏതൊരു വസ്തുവിനും അതിൻ്റെ ഒരു ജീവിത പരിധിയുണ്ട്, അത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. സ്വാഭാവികമായും മനുഷ്യനും നശിക്കുന്നു. വമാ യുഹ്ലികുനാ ഇല്ല ദഹർ. കുറെ കാലം കൂടുമ്പോൾ മരിച്ചു പോകാന്നല്ലാതെ അവിടെ ദൈവത്തിന് കൈകളില്ല, അല്ലെങ്കിൽ ദൈവത്തിന് സ്വാധീനമില്ല, ദൈവത്തിന് അതിൽ യാതൊരു ഇടപെടാനും കഴിയില്ല, ദൈവമെന്ന സംഗതി തന്നെ ഇല്ല എന്ന് പണ്ട് കാലത്തുള്ള ദഹരീയങ്ങൾ, മുൽഹദീങ്ങൾ, ദൈവനിഷേധികൾ പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ലോകത്തുള്ള മഹാഭൂരിപക്ഷം മനുഷ്യരും നിരവധിയായ പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും അവരുടെ ദൈവവിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? പിന്നെയും പിന്നെയും അവർ ആ വിശ്വാസത്തിലേക്ക് തന്നെ മടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഒരു കുടുംബത്തിൽ പരശതം ആളുകൾ മരണപ്പെട്ടവരും അല്ലാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു കുടുംബത്തിലെ നിരവധിയായ ആളുകളുടെ മയ്യത്ത് കടത്തിയിട്ട് ഇങ്ങനെയൊക്കെ എന്നെ പരീക്ഷിച്ച എൻ്റെ മാതാവിനെയും പിതാവിനെയും മക്കളെയും ബന്ധുക്കളെയും ഈ ഒരു ഉരുൾപൊട്ടൽ വഴി ഇല്ലാതെയാക്കിയ ഈ ദൈവത്തെ ഇനി ഞാൻ ആരാധിക്കണില്ല, അതുകൊണ്ട് ഇവരുടെ മയ്യത്ത് അല്ലെങ്കിൽ ഇവരുടെ ഡെഡ് ബോഡി എന്തു വേണമെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യർ മാറി നിൽക്കാത്തത്? നമ്മൾ ഇന്നലെ കണ്ടു, ഡെഡ് ബോഡി തിരിച്ചറിയാൻ കഴിയാത്തവരെ ഒന്നിച്ചു വെച്ച് സർവമത പ്രാർത്ഥന നടത്തിയിട്ടാണ് അവരുടെ സംസ്കാരം നടത്തുന്നത്. എന്തിനാണ്? കുറെ ആളുകൾ അവരുടേതായ സംവിധാനങ്ങളിലിരുന്ന് മനുഷ്യന് ആശ്വാസം കിട്ടുന്ന, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ നിഷേധിക്കാനും അത് കുഞ്ഞുമക്കളുടെ രേഖകളും മറ്റുമായി തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുമ്പോഴും ഇത് നേരിട്ട് അനുഭവിച്ച ആളുകൾ എന്തുകൊണ്ട് പിന്നെയും പിന്നെയും ദൃഢമായ വിശ്വാസികളായി മാറുന്നു? ഈ ഒരു വിശ്വാസം അവർക്ക് നൽകുന്ന വല്ലാത്തൊരാശ്വാസമുണ്ട്. അവർ നേരാവണ്ണം സ്രഷ്ടാവിനെ മനസ്സിലാക്കിയവരാണ്. ഈ ദുന്യാവോടുകൂടെ ലോകം തീരുമെന്നവർ തെറ്റിദ്ധരിച്ചിട്ടില്ല. ഇന്ന് കാണുന്ന വളരെ മാരകമായ ദുരുപദേശങ്ങൾ, അള്ളാഹുവിനെയൊക്കെ എയറിൽ നിർത്തി തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ സ്വയം ഇങ്ങനെ ഉഷാറാവുന്നത് നമുക്കറിയാലോ. അവരെന്നെ പറയണം, അള്ളാഹ് ഞങ്ങളെ എയറിൽ ഒട്ടിച്ചു, വിശ്വാസമൊക്കെ ഫുള്ള് തകർത്തു എന്നൊക്കെ. ആണ്ടി നല്ലോനാന്ന് പറയുന്ന ഒരു കഥ ഉണ്ട്. ആണ്ടി എന്ന് പറയുന്നയാൾ വളരെ നല്ലവനാണ്. ഇത് ആര് പറഞ്ഞു? ആണ്ടി തന്നെ പറഞ്ഞു എന്നാണ്. അതിന്റെ അപ്പുറത്തേക്ക് എവിഡൻസുകളൊന്നുമില്ല. ഇപ്പൊ ഇവരിങ്ങനെ എവിടെ ഇരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി വിട്ടിട്ട് അവർ പറയാണ്, ദൈവത്തെ ഞങ്ങളിത് ശരിയാക്കി കളഞ്ഞു. പണ്ടൊരാളുണ്ടായിരുന്നു, നീഷെ എന്ന് പറയുന്ന മനുഷ്യൻ. റോമിലൂടെ അയാൾ നടന്നു, ദൈവം മരിച്ചു എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പകലും രാത്രിയും ഇല്ലാതെ നടന്നു. പക്ഷേ അവസാനം ഭ്രാന്ത് പിടിച്ച് ആരും സഹായിക്കാനില്ലാതെ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് വളരെ നിന്ദ്യമായ രീതിയിൽ അയാൾ അന്ത്യത്തെ സ്വീകരിക്കുന്നു. ദൈവവും ദൈവവിശ്വാസവും പിന്നെയും ചരിത്രത്തിന്റെ ഓരോ നിമിഷത്തെയും സ്വാധീനിച്ചുകൊണ്ട് ഇപ്പോഴും വിപുലമായ രീതിയിൽ നിലനിൽക്കുക തന്നെ ചെയ്യുന്നു. പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്നാണ് ചോദ്യം. പക്ഷെ ഈ ദുരന്തം നേരിട്ട് അനുഭവിച്ചവരെല്ലാം പ്രാർത്ഥനാ നിരതരാണ്. ദൈവമാണോ മനുഷ്യരെ രക്ഷിക്കാൻ വന്നത്? കുറെ മനുഷ്യരല്ലേ എന്നാണ് പ്രചാരണം. മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വന്ന ഈ മനുഷ്യരെല്ലാവരും അവരുടെ ദൗത്യത്തിലേക്ക് ഇറങ്ങുന്നത് പ്രാർത്ഥനാപൂർവമാണ്.
ബിസ്മി ചൊല്ലിയിട്ടാണ് ഒരു വിശ്വാസി അവന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിൽക്കുന്നത്. ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വിശ്വാസി സമൂഹം ഒന്നിച്ചു മുന്നോട്ട് വരുന്നത് ഈ ഒരു ദൈവത്തിൽ പ്രതീക്ഷ വെച്ചാണ്. ഇതാണ് അതിൻ്റെ ഒരു വലിയ വൈരുദ്ധ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ജീവിതത്തോടുള്ള രണ്ട് വീക്ഷണമാണ്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യാരംഭം മുതൽ ഇതുവരെയുമുള്ള മഹാമൃഗീയ ഭൂരിപക്ഷം ഒന്നിച്ച് ഉൾക്കൊള്ളുന്ന ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് മനുഷ്യന് വലിയ ആശ്വാസം തരുന്നു. പ്രയാസങ്ങളിൽ പിടിവള്ളിയായി നിലകൊള്ളുന്നു. പിന്നെയും പിന്നെയും ജീവിക്കാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്രമേൽ സാമ്പത്തികമായ പരാധീനതകളുണ്ടായാലും പരാജയമുണ്ടായാലും ആത്മഹത്യ തെരഞ്ഞെടുക്കാതെ ജീവിതത്തിൽ മത്സരിച്ചു മുന്നോടാൻ അവനത് പ്രചോദനം നൽകുന്നു. ഒരു തർക്കമല്ല അതിൽ. മനുഷ്യന് ഇത്രമേൽ ആശ്വാസം നൽകുന്ന മറ്റൊരു സംവിധാനമേ ഇല്ല. എല്ലാ പരീക്ഷണങ്ങളെയും അവൻ ഹൃദ്യമായി നേരിടുന്നു. എന്തുകൊണ്ട്? അവന്റെ ജീവിതം, അവന്റെ വീക്ഷണം, അവന്റെ ആദർശം ഈ ഏതാനും വർഷത്തെ ഭൗതികമായ ജീവിതം കൊണ്ട് ഇതെല്ലാം തീർന്നു എന്നല്ല. നേരെ മറിച്ച് ഇത് മറ്റൊരു ജീവിതത്തിന്റെ മുന്നോടി മാത്രമാണെന്നും മുന്നൊരുക്കം മാത്രമാണെന്നും ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച, എൻ്റെ ബന്ധുമിത്രാദികളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നും അതിൽ നിന്ന് ഒരു അണുവിട മാറി സഞ്ചരിക്കാൻ പാടില്ലെന്നും മഹാഭൂരിപക്ഷം മനുഷ്യരും അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. അവരുടെ ഒരു ജീവിത വീക്ഷണമുണ്ട്. അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും. നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. പടച്ച റബ്ബിനെ കുറിച്ച് ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച വിശേഷണം റഹ്മാനും റഹീമുമാണ്. കരുണാവാരിധിയാണവൻ, കാരുണ്യവാനാണവൻ. എല്ലാ സൃഷ്ടികൾക്കും അനേകം കാരുണ്യം സദാ ചൊരിഞ്ഞു നൽകുന്നവനാണവൻ. അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ്. ആവാസയോഗ്യമായ രീതിയിൽ ഈ ഭൂമിയെ മാറ്റിത്തന്നത്, കൃത്യമായ രീതിയിൽ സൂര്യനെയും ചന്ദ്രനെയും കൊണ്ടുവരുന്നത്, നമുക്ക് വായുമണ്ഡലം സൃഷ്ടിച്ചു തന്നത്, ഉൽക്കാപ്രവാഹങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കാൻ, ഭൂമിയെ സംരക്ഷിക്കാൻ വളരെയേറെ തന്ത്രപരമായ സംവിധാനങ്ങൾ ഒരുക്കിയത്. ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ജന്തുശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചാൽ, നമ്മുടെ മുമ്പിലുള്ള ഓരോ വസ്തുതയെയും കുറിച്ച് പഠിച്ചാൽ മനുഷ്യൻ അന്താളിച്ചു പോകും വിധം പടച്ച റബ്ബിന്റെ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ആ റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ 5 അധ്യായങ്ങൾ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാ എന്നും പറഞ്ഞിട്ടാണ്. സൂറത്തുൽ കഹ്ഫ് നമുക്കറിയാം, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അല്ലാഹുവിന്റെ ഒരു കാരുണ്യമാണ് വേദം ഇറക്കി മനുഷ്യനെ സംസ്കരിച്ചു, എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു, എങ്ങനെ ജീവിച്ചുകൂടെന്ന് കൃത്യമായി നിർവചിച്ചു തന്നു. ഇതൊക്കെ അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അത് വർണ്ണിക്കാൻ നിന്നാൽ നമുക്ക് സമയം കുറേയേറെ വേണ്ടി വരും. മഹദിയ ആയിഷത്തു സിദ്ദീഖയുടെ ഒരു ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അവരുടെ അടുത്തേക്ക് വല്ലതും തരണേ എന്നും പറഞ്ഞ് ഒരു ഉമ്മ 2 കൈക്കുഞ്ഞുങ്ങളുമായി കടന്നു വരുന്നു. ആകെ പരിശോധിച്ചിട്ട് 3 കാരക്കയുടെ കഷ്ണം മാത്രം, 3 കാരക്ക മാത്രം അവിടത്തേക്ക് ലഭ്യമാകുന്നു. മഹദി ഓരോരുത്തർക്ക് 2 മക്കൾക്കും ഉമ്മയ്ക്കും ഓരോന്ന് വീതം അത് ദാനം ചെയ്യുന്നു. ആ മക്കൾ അവർക്ക് കിട്ടിയ വിഹിതം വേഗം വായിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ തിന്നു തീർക്കുന്നു. ഉമ്മ അവരുടെ കാരക്കങ്ങനെ പൊളിച്ച് ചീളാക്കാൻ നിൽക്കുമ്പോ തങ്ങളുടെ കാരക്ക തീർത്ത ആ മക്കൾ 2 പേരും കൈ നീട്ടുന്നു. ഉമ്മ അത് 2 ചീളാക്കി തന്റെ വിശപ്പ് മറന്ന്, തന്റെ പ്രയാസം വിസ്മരിച്ച് ആ 2 മക്കൾക്ക് നൽകുന്നു. അവരത് വായക്കിട്ട് തിന്നുന്നത് വളരെ സന്തോഷത്തോടുകൂടെ ഉമ്മ നോക്കി നിൽക്കുന്നു. പുണ്യപ്പൂമാൻ മുത്തുറസൂൽ കടന്നു വന്നപ്പോ ഈ ഒരു കൗതുകം ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു കൊടുക്കുന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആ മാതാവിന്റെ മക്കളോടുള്ള ആർദ്രത നീ ശ്രദ്ധിച്ചില്ലേ ആയിഷു? അതെ, അതിൻ്റെ എത്രയോ മടങ്ങ് കാരുണ്യവാനാണ് സ്രഷ്ടാവാകുന്ന റബ്ബ് അവന്റെ സൃഷ്ടികളോട്. അതിന്റെ ഭാഗമായാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളിങ്ങോട്ട് നടന്നു വന്നത്, ഓരോ നിമിഷവും നമ്മൾ ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്,
സ്വീകരിച്ച ഓക്സിജനിൽ നിന്ന് അനാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് അടക്കം പുറത്തേക്ക് വിടാൻ നമ്മൾ അറിയാത്ത സംവിധാനം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്, നമുക്ക് ജലധാര വരുന്നത്, വെള്ളം കിട്ടുന്നത്. പരിശുദ്ധ ഖുർആൻ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും ഇരുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചം ആര് കൊണ്ടുവന്നു തരും? ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും വെളിച്ചമാണെങ്കിൽ വിശ്രമിക്കാൻ രാത്രി ആര് കൊണ്ടുവന്നു തരും? അതിനപ്പുറം സൂറത്ത് തബാറക്കയുടെ അവസാന വചനം, നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ശുദ്ധമായ വെള്ളം പടച്ച റബ്ബ് ഈ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞാൽ ആരുണ്ട് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം കൊണ്ടുവന്നു തരാൻ? ഒറ്റൊത്തരമേ ഉള്ളൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ. അവന്റെ കാരുണ്യം ഇത്രമേൽ മികച്ചു നിൽക്കുമ്പോൾ തന്നെ അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യന് ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ അതെങ്ങനെയാണ് കാരുണ്യാവുക? അവിടെയാണ് ഈ ജീവിത വീക്ഷണത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ദുന്യാവ് കുറച്ചു കാലത്തെ ഒരു പരീക്ഷണ പീരീഡ് മാത്രമാണ്. അതിനുശേഷം അനന്തമായ ജീവിതമുണ്ട്. അവിടെ വിജയിക്കാൻ എന്തു വേണമെന്നതാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തം. എന്തിനു ജീവിതത്തെ പടച്ചു? എന്തിനു മരണത്തെ പടച്ചു? സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത് വചനത്തിൽ അല്ലാഹു കൃത്യമായി അത് നിർവചിക്കുന്നു. അല്ലദീ ഖലഖൽ മൗത്ത് വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അവൻ മരണത്തെ പടച്ചു, ജീവിതത്തെയും പടച്ചു നൽകി. എന്തിന്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് അവന്റെ വാക്ക് കേട്ട് അവന്റെ പ്രവാചകന്മാരെ ഉൾക്കൊണ്ട് നല്ലവരായി ജീവിക്കുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. ഇതൊരിടത്തല്ല, സൂറത്തുൽ ഗഫിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം. വേറെ പലയിടങ്ങളിലും ഖുർആൻ പറയുന്നുണ്ട് ഈ ജീവിതം ഒരു പരീക്ഷണത്തിൻ്റെതാണ്. വറഹ്മത്തി വസിഅതു കുല്ല ഷൈഇൻ. സൂറത്തുൽ അറാഫിന്റെ 154-ാമത് വചനത്തിൽ അള്ളാഹു പറയുന്നത് എന്റെ കാരുണ്യം എല്ലാത്തിനെയും മികച്ചു നിൽക്കുന്നു എന്നാണ്. ആ കാരുണ്യം നമ്മൾ അറിയുന്നതും മനസ്സിലാക്കിയതുമുണ്ട്, നമ്മൾ അറിയാതെ അനുഭവിക്കുന്നതുണ്ട്, പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നതുണ്ട്. ഇത്രമേൽ കാരുണ്യമുണ്ടാകുമ്പോൾ തന്നെ പടച്ച റബ്ബ് നിരന്തരമായി പരീക്ഷണം നടത്തുമെന്ന് ഖുർആനും തിരുഹദീസുകളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസി അതേക്കുറിച്ച് ബോധവാനാണ്. റഹ്മാനാണ് റബ്ബ്, റഹീമാണ് റബ്ബ്. അവിടെ നിൽക്കുന്നില്ല. അവന്റെ 99 പ്രധാന വിശേഷണങ്ങൾ, പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വലഹുൽ അസ്മാഉൽ ഹുസ്ന. ഈ 99 വിശേഷണങ്ങളിൽ ഖഹാറുണ്ട്, ജബ്ബാറുണ്ട്. ഖഹാറും ജബ്ബാറും റബ്ബ് തന്നെയാണ്. ശത്രുക്കളെ അടിച്ചൊതുക്കുന്നവൻ റബ്ബാണ്. ഈ ദുന്യാവിനപ്പുറം വിശ്വാസി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമായ പരലോകത്ത് ഇവിടെ അധർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്ക് കൃത്യമായ ശിക്ഷ നൽകുന്ന ഖഹാർ ഈ റബ്ബ് തന്നെയാണ്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. പടച്ച റബ്ബ്, ഖഹാറായ റബ്ബിന് മാത്രം പരമാധികാരമുള്ള ഒരു ലോകം. പടച്ച റബ്ബിന് അല്ലാതെ മറ്റൊരാൾക്കും ഒരു നടപടിക്രമങ്ങളും സ്വീകരിക്കാൻ പറ്റാതെ അവരെല്ലാവരും നിഷ്പ്രഭരാകുന്ന ഒരു ലോകം ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് വിശ്വാസിയുടെ ജീവിത വീക്ഷണം. അതുകൊണ്ട് തന്നെ ഖുർആൻ പലയിടങ്ങളിൽ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് റബ്ബ് തആലയുടെ ഇത്തരം പരീക്ഷണങ്ങളെ കുറിച്ചാണ്. സൂറത്തു അൽ ബഖറയുടെ 155-ാമത് വചനം പരിശോധിക്കുക. ലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഭയം നൽകിക്കൊണ്ട് മനുഷ്യരെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. എവിടെ അള്ളാഹു? നല്ല ചോദ്യം. ഇത് റബ്ബ് നേരത്തെ പഠിപ്പിച്ചതാണെന്ന ഉത്തരമാണ് പ്രസക്തം. ലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഭയം നൽകി അള്ളാഹു പരീക്ഷിക്കും. ഞാനത് വിശദീകരിക്കണ്ടല്ലോ. വൽ ജൂഅ്, വിശപ്പ് നൽകി പരീക്ഷിക്കും. ആരെങ്കിലും നൽകുന്ന അന്നത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും. സ്വന്തമായതെല്ലാം തകർന്നു പോയിട്ടുണ്ടാകും. ദുരിതാശ്വാസ പ്രവർത്തകരുടെ ഭക്ഷണപ്പൊതിക്ക് വേണ്ടി വരി നിൽക്കേണ്ടി വരും. ഖൗഫും ജൂഉം, വിശപ്പും ഭയവും നൽകി അള്ളാഹു പരീക്ഷിക്കും.
വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസ്, വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസ്. ശരീരങ്ങൾക്ക് നാശം വരുത്തി, സമ്പത്തിന് നാശം വരുത്തി അള്ളാഹു പരീക്ഷിക്കും. കൃത്യമായി നമ്മുടെ മുമ്പിലുണ്ട്. കൃത്യമായി നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. ഭയം നൽകുന്നു, വിശപ്പ് നൽകുന്നു, സമ്പത്തിനും ശരീരങ്ങൾക്കും നാശം നൽകുന്നു. ഇത് പരീക്ഷണമാണ്. ഇതെന്തിനാണ് പരീക്ഷിക്കുന്നത്? ഇൻഷാ അല്ലാഹ് സമയാനുസരണം നമുക്ക് വിശദീകരിക്കാം. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാശീലരാകുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ട റസൂലെ അങ്ങ് സുവിശേഷം പറഞ്ഞു കൊടുക്കണം. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ, വിഷമങ്ങളുണ്ടായാൽ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, ഇന്നാ ലില്ലാഹ്, ഞങ്ങളെ പടച്ചത് റബ്ബാണ്, ഞങ്ങൾക്ക് ജീവിത സംവിധാനങ്ങൾ ഒരുക്കി തന്നത് ഞങ്ങളുടെ രക്ഷിതാവാണ്, ആ റബ്ബാണ് ഞങ്ങൾക്ക് ഇതുവരെയും മനോഹരമായ ജീവിതം പ്രദാനം നൽകിയത്. അവൻ തന്ന ജീവിതം അവൻ തിരിച്ചെടുക്കുകയാണ്. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനുള്ളതാ, ഈ പ്രപഞ്ചം അള്ളാഹുവിനുള്ളതാ, ഞങ്ങൾ ഇതുവരെ അനുഭവിച്ച വീട് അള്ളാഹുവിനുള്ളതാ, അടിസ്ഥാനപരമായി ഞങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിനുള്ളതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോവാണ്. യഥാർത്ഥ വിശ്വാസികളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. പൂർവികർക്ക് എന്തുകൊണ്ട് പലവിധങ്ങളിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വ്യക്തമായ രീതിയിൽ സൂറത്ത് അങ്കബൂത്തിന്റെ 40-ാമത് വചനത്തിൽ നമുക്ക് കാണാം, ഫകുല്ലൻ അഖദ്നാ ബിദംബി. ആദിനെയും സമൂദിനെയും എല്ലാവിധ സംവിധാനങ്ങളും പടച്ച റബ്ബ് ഏർപ്പെടുത്തിയിട്ടും അതിനെയൊക്കെ നിഷേധിച്ച് നടന്ന പൂർവിക സമൂഹത്തെ നമ്മൾ നശിപ്പിച്ചു. ബിദംബിഹി, അവരുടെ പ്രവർത്തന ഫലങ്ങളിലൂടെ. കുറെ ആളുകളെ നശിപ്പിച്ചത് അങ്ങനെയാണ്. എന്നിട്ട് വമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, ചെരൽക്കാറ്റുകൾ അടിച്ചു കുറെ ആളുകൾ നശിച്ചു. വമിൻഹും മൻ അഖദതുഹു സൈഹ, കുറെ ആളുകൾ കൊടും ഭീകര ശബ്ദം കേട്ടിട്ട് മരിച്ചു. ഭയങ്കരമായൊരു ശബ്ദം കേട്ടു, പിന്നെ നിൽക്കാൻ പറ്റിയില്ലെന്ന് നമ്മൾ പലരും പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, കുറെ ആളുകളെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. മണ്ണിന്റെ ഉള്ളിലായിപ്പോയി, എത്ര തെരഞ്ഞിട്ടും കിട്ടുന്നില്ല. ആധുനികമായ സംവിധാനങ്ങൾ കൊണ്ടൊന്നും അവരെ കണ്ടെത്താൻ പറ്റുന്നില്ല. വമിൻഹും മൻ അഗ്റഖ്നാ, കുറെ ആളുകൾ വെള്ളത്തിൽ മുങ്ങി നശിച്ചു. മാ കാന അല്ലാഹു ലിയദ്ലിമുഹും, നിങ്ങൾക്ക് വിചാരിക്കാൻ തോന്നും ഇതൊക്കെ അള്ളാഹു ഒരു അക്രമം കാണിക്കുകയല്ലേ? അല്ല, അള്ളാഹു ആക്രമിക്കുന്നതല്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. ആദും സമൂദുമൊക്കെ അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ ലംഘിച്ചുകൊണ്ട് അവർ അവരുടെ സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ചതായിരുന്നു. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ എണ്ണി 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 ഖുർആൻ പറയുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങി മരിക്കുക, കുറെ ആളുകൾ മണ്ണിന്റെ ഉള്ളിൽ പോവുക, കുറെ ആളുകൾ മറ്റു ചില പ്രയാസങ്ങൾ കൊണ്ട് മരണത്തെ സ്വീകരിക്കേണ്ടി വരിക. അപ്പൊ എവിടെ റബ്ബ് എന്നല്ല, റബ്ബ് പറഞ്ഞത് കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. പടച്ചോനെ, നിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. മാ ഖലഖ്നാ ഹാദാ ബാത്തില, ഇതിനെ വെറുതെ പടച്ചതല്ല റബ്ബേ എന്ന് ഉറക്കെ പറയാൻ മനുഷ്യൻ തയ്യാറാവേണ്ട സന്ദർഭത്തിലും ചെറിയ ചെറിയ ചിന്തകൾ വെച്ച് റബ്ബിനെയും റബ്ബിന്റെ തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യാണ് പലരും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ നിരന്തരം ഉണ്ടാകുമെന്ന് അള്ളാഹുവും തിരു റസൂലും പഠിപ്പിച്ചതാണ്. അതവർ കാണുമ്പോൾ അവരുടെ ഈമാൻ ഉറക്കുന്നു. അവർക്ക് യാതൊരുവിധ കുതർക്കങ്ങളും ഉണ്ടാവുന്നില്ല. അവർ ക്ഷമ കൈകൊള്ളുന്നു. വസ്സബ്റു ജസാഉഹു അൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗം അവർ അനുഭവിക്കാനിരിക്കുന്നു. അല്ലെങ്കിലും ഈ ലോകത്ത് എല്ലാ മോഹങ്ങളും തീരില്ല, നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ചത് അവർ പ്ലാൻ ചെയ്തുണ്ടാക്കിയ എന്തോ ഒരു സംഗതിയാണെന്നാണ്. ഇപ്പൊ നമ്മൾ വീട് വെക്കാറുണ്ട്, നമ്മുടെ പ്ലാനിങ് അനുസരിച്ചാണ് അത് നടത്തുക. നമ്മൾ കാറ് വാങ്ങാറുണ്ട്, നമ്മുടെ ഐഡിയയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചാണ് കാറ് വാങ്ങുക. പോട്ടെ, നമ്മുടെ മക്കളെ വളർത്താറുണ്ട്, നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർ വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആടൻകുഞ്ഞിനെ വളർത്താറുണ്ട്, കോഴികളെ വളർത്താറുണ്ട്, അവരൊക്കെ നമുക്ക് വിധേയരായി വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.
ചില ആളുകൾ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തോ ഒരു സംഗതിയാന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അവർ വിചാരിക്കുന്നത് പോലൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതാണ് ദൈവം. അവരാഗ്രഹിക്കണ മാതിരിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, അതാണ് ദൈവം. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല. പണ്ട് കാലത്ത് ചില വിദേഹത്തുകാരുണ്ടായിരുന്നു. അവിടെ പ്രധാനപ്പെട്ട വാദം അള്ളാഹുവിന് സൃഷ്ടികൾക്ക് ഏറ്റവും അസ്ലഹ് ഗുണപ്രദമായത് ചെയ്യണമെന്നായിരുന്നു. മുഅ്തസിലികൾ എന്നാണ് അവരുടെ പേര്. അള്ളാഹു എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് സൃഷ്ടികൾക്ക് ഏറ്റവും ഗുണപ്രദമായതേ ചെയ്യാവുന്ന അവർ വാദിച്ചു. തന്റെ ബന്ധുവും ഗുരുവുമായ ജുബ്ബായി എന്ന് പറയുന്ന അന്നത്തെ ഇവരുടെ നേതാവിനോട് സംവാദം നടത്തിയാണ് അരുമ ശിഷ്യൻ മഹാനായ അശ്അരി ഇമാം റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോരുന്നതും തന്റെ വിശ്വാസധാര രൂപീകരിക്കുന്നതും. അള്ളാഹു ഖഹാറാണ്, അള്ളാഹു ജബ്ബാറാണ്. അവന്റെ തീരുമാനങ്ങളുടെ ചിലതിൻ്റെയൊക്കെ ഹിക്മത്ത് സിറ് നമുക്ക് മനസ്സിലാക്കാനായേക്കും. ഇമാം ഗസാലി തങ്ങൾ ഹിയായിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമാകുന്ന അസ്മാഉൽ ഹുസ്നയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഈ ഒരു തന്ത്രം, ഹിക്മത്ത്, സിറ്, അത് എന്താണെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി? നമ്മുടെ ചിന്തയിൽ ചിലതൊക്കെ ബോധ്യപ്പെടും. അപ്പൊ കസ്തൂരി രംഗൻ കമ്മീഷൻ കടന്നു വരും, മാധവ് ഘാട്കിൽ റിപ്പോർട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെ എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ചിന്തയിൽ അങ്ങനെയൊക്കെ തോന്നും. അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇത് ഇല്ലാതാകുമായിരുന്നു എന്ന് നമുക്ക് തോന്നും. അപ്പൊ ചില പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളും നമുക്ക് ഓർമ്മ വരും. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യർ പ്രവർത്തിച്ചതിന്റെ ഫലമായി ആകാശത്തും ഭൂമിയിലും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സൂറത്ത് റൂമിന്റെ 41-ാമത്തെ വചനം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആഗോള താപനം വരുന്നു നമ്മുടെ പ്രവർത്തന ഫലമായി. കാലാവസ്ഥാ വ്യതിയാനം വരുന്നു നമ്മുടെ പ്രവർത്തനം ഫലമായി. സാധാരണഗതിയിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന 3 ലെയർ മഴക്കാലം എന്ന രീതി മാറിപ്പോകുന്നു. പിന്നെയോ ന്യൂനമർദ്ദം എവിടെ വരുന്നോ അതനുസരിച്ച് മഴ വരിക എന്ന രീതിയിലേക്ക് മാറുന്നു. ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ പ്രവർത്തന ഫലമായി. അപ്പോ ന്യൂനമർദ്ദം എത്ര കനത്തിൽ വരുന്നോ അതനുസരിച്ച് ഒരു മാസം കൊണ്ട് പെയ്തു തീരേണ്ട മഴ ഒരു ദിവസം കൊണ്ട് ഒന്നിച്ചു പെയ്യുന്നു. പാറകളിലും ഗ്യാപ്പിലും ഭൂമിയുടെ ഉള്ളിലും ശേഖരിക്കാൻ പറ്റുന്നതിനപ്പുറം വെള്ളം ഒന്നിച്ചവിടെ ശേഖരിക്കപ്പെടുന്നു. വെള്ളം പുറത്തു വരാനുള്ള ശ്രമം നടക്കുന്നു. അതിന്റെ ഭാഗമായി ഒന്നിച്ചതൊഴുകുന്നു. ആ ഭാഗത്തുള്ള മണ്ണും കല്ലും പാറയും മരങ്ങളും ഒഴുക്കിൽപ്പെടുന്നു. അത് പലരുടെയും ജീവൻ അപഹരിക്കുന്നു, വീട് തകർക്കുന്നു, കൃഷിയിടം ഇല്ലാതെയാക്കുന്നു, ഒരു നാടിന്റെ തന്നെ ഫൈസ് മാറ്റുന്നു. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായി ഭൂമിയിലും ആകാശത്തും വിവിധങ്ങളായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുവെന്ന് ഖുർആൻ. ഞാൻ ഏതെങ്കിലും കമ്മീഷൻ റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല. നമ്മുടെ മനസ്സിൽ അങ്ങനെ പലതും തോന്നും. ആ തോന്നലിന് ചില പ്രസക്തികളുണ്ട് താനും. ഏതെങ്കിലും ഒരു കമ്മീഷൻ പറഞ്ഞതാണ് 100% ശരിയെന്ന് എനിക്കൊന്നും വാദല്ല. ശരിതെറ്റുകളെ വിലയിരുത്താനല്ല ഞാൻ പറയണത്. എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ അറിയണം, പഠിക്കണം. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏതെങ്കിലും ചില ആളുകളെ മാത്രം ബാധിക്കൂല, ഒന്നിച്ചു ബാധിക്കും. എന്തിനാ ചെറിയ മക്കളൊക്കെ അല്ലാഹു തആല എങ്ങനെ നശിപ്പിച്ചത് എന്നാണ് ചോദ്യം. അല്ലാഹു തആല എന്തിനാണ് ചെറിയ മക്കളെയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചത് എന്ന് പലരും ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് നിത്യമായി അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നം കാരണം പലവിധ പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നവൻ നമ്മളോട് പറയുന്നുണ്ട്. ഭൂമിയെ എങ്ങനെ വിനിയോഗിക്കണം, അത്യാർത്തിയുടെ ദുരന്തങ്ങൾ എന്തൊക്കെയാണ് പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും പാലിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ
അത് കുറച്ചാളുകളിലൂടെ മാത്രം, സെലക്റ്റഡ് ആളുകളിലൂടെ മാത്രം സംഭവിക്കുക എന്നത് ഉണ്ടാവില്ലെന്നും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അൻആമിന്റെ പ്രസിദ്ധമായൊരു വചനം, അതിന്റെ 25-ാമത്തെ വചനം, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ മാത്രമല്ല ഫിത്ന വരുമ്പോൾ അത് ബാധിക്കുക. അതുകൊണ്ട് ഫിത്ന വരാതെ നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖൂ ഫിത്നതൻ, ഭൂകമ്പം വരാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഉരുൾപൊട്ടൽ ഉണ്ടാവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? അത് സംഭവിക്കുകയാണെങ്കിൽ അക്രമകാരികളെ മാത്രമല്ല ബാധിക്കുക. തെക്ക് ഭാഗത്തുള്ള എല്ലാ കാടുകളും വെട്ടിനിരത്തി, അവിടെയൊക്കെ കൃഷി ചെയ്ത് കൊള്ളലാഭം ഉണ്ടാക്കി, ദശാംശം അവരുടെ വലിയ നേതൃത്വമൊക്കെ സ്വീകരിച്ച്, പിന്നെ നമ്മുടെ മലബാർ മേഖലകളിലേക്കൊക്കെ വന്ന് വിവിധങ്ങളായ രീതിയിൽ കാട് നശിപ്പിച്ച് കൃഷി ചെയ്യുക എന്ന പേരിൽ മൊത്തം ഭൂമി സ്വന്തമാക്കിയ കുറെ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗം, ഏതെങ്കിലും ഒരു മനുഷ്യർ എന്നുന്നം വെച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാകും, മണ്ണൊലിപ്പുണ്ടാകും. മരങ്ങൾ നശിക്കുമ്പോൾ അതിൻ്റെതായ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. എന്നിട്ട് ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോ എന്തുകൊണ്ടാ കുഞ്ഞുമക്കളെ നശിപ്പിച്ചത്, എന്തിനാ വൃദ്ധരായ ആളുകളെ നശിപ്പിച്ചത് എന്ന് വിലപിക്കുന്നതിൽ കാര്യമില്ല. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. കാരണക്കാരെ മാത്രമല്ല ഇത് പിടികൂടുക, ദുരന്തം വരുമ്പോൾ ഒന്നിച്ച് അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇതുകൊണ്ട് മനുഷ്യന് ആഖിറത്തിൽ എന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ എന്തിനാണ് ജീവിക്കുന്നത്? ഈ ആഖിറം വിജയിക്കാൻ. ആഖിറം വിജയിക്കാൻ എന്തൊക്കെ വേണം? ആരാധനകൾ വേണം, സ്രഷ്ടാവിന്റെ ജീവിതക്രമങ്ങൾ അംഗീകരിക്കണം. അതോടൊപ്പം എല്ലാവിധ പരീക്ഷണങ്ങളെയും നേരിടുകയും അതിൽ ക്ഷമ കാണിക്കുകയും അള്ളാഹുവിന്റെ വലിയ ശക്തിവിശേഷണങ്ങൾ മനസ്സിലാക്കുകയും വേണം. ഈ ഒരു ജീവിത വീക്ഷണമാണ് മുസ്ലിമിന്. അവന് ഇതോടെ തീരാൻ പാടില്ല താനും. മുമ്പൊക്കെ നമ്മൾ സംസാരിച്ചതുപോലെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞ ആളുകളുണ്ട്, ഇവിടെ ഭരണാധികാരികളുണ്ട്. അവർക്കൊക്കെ അതിന് പ്രതികാരം ചെയ്യാൻ, അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ ഈ ദുന്യാവ് പര്യാപ്തമേ അല്ല. 35 ലക്ഷം ആളുകളെ കൊന്നവരുണ്ട്. 6-7 കോടി ജനങ്ങളെ 1-2 ലോക മഹായുദ്ധങ്ങളിൽ കൊന്നൊടുക്കിയവരുണ്ട്. ഇവർക്കൊക്കെ പ്രതികാരം ചെയ്യാൻ നമ്മുടെ നീതി തോന്നുന്നു, നമ്മുടെ മനസ്സ് പറയുന്നു ഇത്തരം ശിക്ഷകൾ നടത്തിയവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പണിഷ്മെന്റ് നൽകണമെന്ന്. ഒരു ചെറിയ കുഞ്ഞിനെ ഉപദ്രവിച്ചാൽ നമുക്ക് തോന്നുന്നു അവൻ അങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. കണ്ടല്ലോ നമ്മളൊക്കെ ചിലത്, ഏതോ ഒരു ദമ്പതികൾ ചെറിയ മക്കൾക്ക് പാല് നൽകണമെങ്കിൽ സന്നദ്ധരാണെന്ന് പറഞ്ഞപ്പോ അതിനെ മൃഗീയമായ രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ വ്യാഖ്യാനിക്കുകയും അതിനെ മാനം കെടുത്തുകയും ചെയ്ത ചില ആളുകൾ, അവരൊക്കെ മറ്റു ചിലർ കൈകാര്യം ചെയ്തു എന്നാണ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ മനസ്സങ്ങനെയാണ്. ഏതെങ്കിലും തിന്മ ചെയ്താൽ അവന് ശിക്ഷിക്കപ്പെടണമെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നു. അപ്പോഴേ നമ്മുടെ ബുദ്ധിക്ക് പ്രസക്തിയുള്ളൂ, വിവേകത്തിന് പ്രസക്തിയുള്ളൂ. പടച്ച റബ്ബ് മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തരായി നമ്മളെ പടച്ചതിന് നീതി കാണിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോ 35 ലക്ഷം ജനങ്ങളെ കൊന്ന് ഭരണം സ്ഥാപിച്ചയാൾക്ക് ഈ ലോകത്ത് വെച്ച് നമുക്ക് എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റും? പരമാവധി നമുക്ക് അയാളെ കൊല്ലാൻ പറ്റും. അത് ഇദ്ദേഹം കൊന്ന ഒരാൾക്ക് പോലും പകരമാവണമെന്നില്ല. നമ്മുടെ നീതിബോധം പറയുന്നു അവനെ ശിക്ഷിച്ചേ പറ്റുള്ളൂ. നമ്മൾ എത്രമേൽ അധ്വാനിച്ചാലും 35 ലക്ഷം ജനങ്ങളെ പച്ചക്ക് ചുട്ടുകൊന്ന യുഗ്ലോസ്ലോവാക്യൻ ഭരണാധികാരി പോൾ പോട്ടിനെ ശിക്ഷിക്കാൻ നമുക്ക് മാർഗമില്ല. ഒരാളെ ശിക്ഷിച്ചതിന് വേണമെങ്കിൽ അയാളെ കൊന്നുകളയാം. അപ്പോഴും 35 ലക്ഷം ആളുകളിൽ ഒരാളൊഴിച്ച് ബാക്കിയുള്ളവരുടെ കണക്ക് ബാക്കിയിരിക്കുന്നു. നമ്മുടെ നീതിബോധം പറയുന്നു അവനെ ശിക്ഷിച്ചേ പറ്റൂ. എന്ത് പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് ഓരോ നന്മയ്ക്കും കൃത്യമായി പ്രതിഫലം കിട്ടുന്ന, ഓരോ തിന്മയ്ക്കും കൃത്യമായ രീതിയിൽ ശിക്ഷ ലഭിക്കുന്ന പരലോകത്തിന്റെ പ്രസക്തി കടന്നു വരുന്നത്.
ദൈവവിശ്വാസം പിന്നെയും മനുഷ്യന് ആശ്വാസം നൽകുന്നു. ദൈവവിശ്വാസം പിന്നെയും മനുഷ്യന് ആശ്വാസം നൽകുന്നു. പോട്ട് പോകട്ടെ, അവനെ പിടിക്കാൻ പറ്റുന്ന നീതിയുടെ കോടതി വരാനുണ്ടെന്ന് ഓരോ വിശ്വാസിയും ദൃഢമായി അംഗീകരിക്കുന്നു. ഈ ഒരു സംഗതി വിശ്വസിക്കുമ്പോൾ പരീക്ഷണങ്ങൾ ഒന്നല്ല, 1000 ഒന്നിച്ചു കടന്നു വന്നാലും ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന ബോധം വിശ്വാസിക്ക് ആശ്വാസം നൽകുന്നു. ഇതാണ് ഇത്തരം പരീക്ഷണങ്ങളെ വിശ്വാസി നേരിടുന്ന ഒരു രീതി. ഇനി ജീവിതത്തിന്റെ മറ്റൊരു വീക്ഷണമുണ്ട്. ഇതോടെ എല്ലാം തീർന്നു. അവർക്ക് രോഗം വരുമ്പോൾ പ്രയാസമാണ്. സാമ്പത്തികമായി എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ സേവനത്തിനൊന്നും അവരില്ല. കാരണം ഉള്ള ജീവിതം ആസ്വദിച്ച് തീർക്കണം. ഇത്തരം കുഴപ്പങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഏതോ ഒരു റൂമിന്റെ ശീതള ചായയിലിരുന്നിട്ട് സൃഷ്ടിച്ചു വരുമ്പോഴും പാവപ്പെട്ട മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഇവരെ ആരെയും നമ്മൾ കാണൂല. സഹായം നൽകിയവരുടെ കൂട്ടത്തിൽ ഇത്തരം ആളുകളെ നമുക്ക് കാണാനേ ഇല്ല. കാരണം കളപ്പാറയിലാവട്ടെ, വയനാടിലാവട്ടെ, എവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ അവരുടെ 100 രൂപ അവർ ആ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമ്പോൾ ആ 100 രൂപ അവർക്ക് നഷ്ടപ്പെടുന്നു. കാരണം ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമല്ല. ഈ 100 രൂപക്ക് പ്രതിഫലം കിട്ടാനുള്ള ഒരു സംവിധാനമില്ല. വിശ്വാസി 100 നൽകുമ്പോൾ നന്നെ ചുരുങ്ങിയത് 10 ഇരട്ടിയെങ്കിലും അവൻ ആഖിറത്തിലേക്ക് നിക്ഷേപമായി അത് അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പൊ 100കളും അതിനപ്പുറവും നൽകാൻ അവന്റെ മനസ്സ് എപ്പോഴും പ്രേരണ നൽകുന്നു. നേരം വെളുത്ത് വൈകിട്ട് വരെയും ചളിയിലും ചേറിലും നേരാവണ്ണം ഭക്ഷണമില്ലാതെ, സംവിധാനങ്ങളില്ലാതെ, മഴ കൊണ്ട് പ്രകൃതിയുടെ എല്ലാവിധ പ്രയാസങ്ങളെയും അനുഭവിച്ച് പാവപ്പെട്ട ദുരിതബാധിതർക്ക് വേണ്ടി പ്രയത്നിക്കാൻ, അധ്വാനിക്കാൻ വിശ്വാസിക്ക് മാത്രം സാധിക്കുന്നു. അവൻ പ്രാർത്ഥനാപൂർവം ഇതൊക്കെ ചെയ്യുന്നു. ദൈവത്തെ നിഷേധിക്കല്ല, ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വിസ്മി ചൊല്ലിക്കൊണ്ട് അവൻ ഈ പ്രവർത്തനത്തിന് സജ്ജനാകുന്നു. ഇനി ആരോട് പ്രാർത്ഥിക്കാമെന്നാണ് ചിലർ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നും നിരന്തരം ഇതിനെയൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നും കൃത്യമായി മുമ്പേ പറഞ്ഞു വെച്ച റബ്ബിന്റെ തീരുമാനങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ വ്യക്തമായി കാണുമ്പോൾ ആ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്നു. അതുകൊണ്ടാണല്ലോ ക്യാൻസർ പിടിച്ച ഭാര്യയെ ചികിത്സിക്കാൻ വേണ്ടി RCCയിൽ കുറേ ദീർഘകാലം കഴിയുന്ന ഹാജിയാരെ പരിചയപ്പെടുത്തുന്നുണ്ട് ഡോക്ടർ VP ഗംഗാധരൻ. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു അത്ഭുതം എന്ന പുസ്തകത്തിൽ. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്കും വന്നു. ഹാജിയാർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. പക്ഷേ ഹാർട്ട് അറ്റാക്കിന്റെ ചികിത്സ ഒക്കെ കഴിഞ്ഞ് പിന്നെയും ഭാര്യയെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി വന്ന ഹാജിയാരും ഭാര്യയും എപ്പോഴും ഒപ്പമിരുന്ന് ആനന്ദത്തോടുകൂടെ സംസാരിക്കുന്നത് ഡോക്ടർ ഗംഗാധരനെ കൗതുകപ്പെടുത്തുന്നുണ്ട്. അവർക്ക് ടെൻഷനേ ഇല്ല, പ്രയാസങ്ങളേ ഇല്ല. വൈകുന്നേരങ്ങൾ അവർ ആസ്വദിക്കുന്നു. ഒന്നിച്ചിരുന്ന് കാറ്റ് കണ്ട്, സൂര്യാസ്തമനം കണ്ട് അവരിങ്ങനെ ജീവിതത്തെ പിന്നെയും 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 കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ ആചാര്യരുടെയും ഭാര്യ ഹജ്ജുമ്മയുടെയും കഥ പറഞ്ഞിട്ട് VP ഗംഗാധരൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആജിയാരുടെ പ്രാർത്ഥന അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. VP ഗംഗാധരൻ ഒരു വലിയ ദൈവവിശ്വാസിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ തന്റെ രോഗിയാകുന്ന ഹജ്ജുമ്മയെ പരിചരിക്കാൻ വരുന്ന ഹാജിയാർ, അദ്ദേഹത്തിന് തന്നെയും അറ്റാക്ക് വരുന്നു, ബൈപ്പാസ് നടക്കുന്നു. അതിനിടയിൽ വെച്ച് പിന്നെയും പിന്നെയും ജീവിതത്തോട് അവരോടുള്ള ആനന്ദകരമായ സമീപനം സംസാരിച്ചിരിക്കുന്നത്. ഈ രോഗത്തിന്റെ പീഡ തീരെ മനസ്സിനെ സ്വാധീനിക്കാതെ അവർ ജീവിതത്തെ ആഘോഷിക്കുന്നത്. വയസ്സായിട്ടും അവരുടെ പഴയകാല ഓർമ്മകളെപ്പോലെ അവർ അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗംഗാധരനെ കൗതുകപ്പെടുത്തുന്നുണ്ട്. താൻ പഠിച്ച വൈദ്യശാസ്ത്രത്തിൽ ഇതിനൊരു കാരണം നിർദ്ദേശിക്കാൻ ഗംഗാധരന് സാധിക്കണില്ല. അയാൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയും പഠിച്ചിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായ ഓങ്കോളജിസ്റ്റാണ് ആ ഡോക്ടർ.
പക്ഷെ അദ്ദേഹം പഠിച്ച ഗ്രന്ഥങ്ങളിലൊന്നും ഈ ഒരു ക്യാൻസർ തീവ്രമായി ബാധിച്ച ഭാര്യയെ പരിചരിക്കുമ്പോൾ അറ്റാക്ക് വന്ന ഹാജിയാർക്ക് എങ്ങനെയാണ് ജീവിതത്തെ ഇത്ര മനോഹരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. പിന്നെ അദ്ദേഹം അതിൻ്റെ ഒരു കാരണം അവസാനമായി എഴുതി വെച്ചു. ഹാജിയാരുടെ പ്രാർത്ഥന ഹാജിയാരെ രക്ഷപ്പെടുത്തി. ഇതാണ് ദുരന്ത ഭൂമികയിൽ എല്ലാവരും നശിച്ച് ഒരാൾ മാത്രം ശേഷിക്കുമ്പോഴും അദ്ദേഹം ശേഷക്രിയകൾ നടത്തുന്നത്, പ്രാർത്ഥന നടത്തുന്നത്, റബ്ബിനോട് എപ്പോഴും എപ്പോഴും തൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാത്ത ജീവിതം നയിക്കുന്നവർ, പരലോകത്തെ അംഗീകരിക്കാത്തവർ, ഈ രണ്ട് ജീവിത വീക്ഷണങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ് പരിഹാസമായി വരുന്നത്. ഭൂലോകത്തുള്ള സർവ്വജനങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു. ആദം നബിയാകുന്ന ആദ്യ മനുഷ്യൻ മുതൽ ഇതുവരെയുള്ള മനുഷ്യ സമൂഹത്തിൽ 99.25% എന്ന് ഞാൻ പറഞ്ഞു, എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നത്. അത് പലപ്പോഴും അവരുടെ വിശ്വാസത്തിൽ പിഴവ് വരുന്നുണ്ടാകും. അവരൊക്കെ വിശ്വാസികളായി എന്നത് നമുക്ക് പൊതുവെ കാണണം. പടച്ച റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം കൃത്യമാണെന്ന് നമുക്കറിയാം. അവൻ ഏതെങ്കിലും കല്ലിലോ മുള്ളിലോ സങ്കല്പിക്കപ്പെടുന്നവനല്ല. ഏതാനും ശത്രുക്കൾ ചേർന്ന് പിടിച്ച് തല്ലി ആക്രമിച്ച് കുരിശിൽ തറച്ച് കൊന്നുകളയുന്നവനല്ല. ഡോക്ടർ കെ ദാമോദരൻ ഭാരതീയ ചിന്ത പോലെയുള്ള പുസ്തകങ്ങൾ വിശദീകരിക്കുന്നത് പോലെ നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്ന ചില ദൈവങ്ങളൊന്നും ദൈവങ്ങളാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവർക്ക് വിശക്കും, അവർ കരയും, അവർക്ക് ലൈംഗിക ബന്ധങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്, അവർ പലപ്പോഴും പ്രതിസന്ധികളിൽ അകപ്പെടുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നുണ്ട്, യുദ്ധത്തിന് വിധേയരാകുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്, മുറിവേൽക്കുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്. നേരത്തെ ഡോക്ടറെ കുറിച്ച് പറഞ്ഞതുപോലെ ഡോക്ടർ കെ ദാമോദരനെ കുറിച്ചും അദ്ദേഹം ഒരു നല്ല വിശ്വാസിയാണെന്നൊന്നും എനിക്ക് പറയാൻ വയ്യ. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് അറിയുന്നുണ്ട്, ഈ പല ദൈവങ്ങളെ കുറിച്ചും പഠിക്കുമ്പോൾ അവര് ദൈവങ്ങളാവാൻ കൊള്ളൂല എന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഭാരതീയ ചിന്ത പോലെയുള്ള പുസ്തകങ്ങളിൽ വിശദീകരിക്കുന്നുമുണ്ട്. മാനുഷികമായ പരിമിതികൾ പിടിക്കുന്നവൻ അല്ല ദൈവം, പ്രയാസം ഉണ്ടാവുന്നവൻ അല്ല ദൈവം. ബേത്യാനിൽ നിന്ന് പോന്നപ്പോൾ അവന് വിശന്നു, ദൂരെ നിറയെ ഇലയുള്ള ഒരു അത്തിമരം കണ്ടു, അതിൽ വല്ല കായയും കാണുന്നു കരുതി അവൻ അതിനെ സമീപിച്ചു. ഒന്നുമില്ലായിരുന്നു ഇലയല്ലാതെ, അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. ഇത് ദൈവത്തിന് ചേരൂല. യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക് ചെല്ലുമ്പോൾ അവന് ജീവിതത്തിൽ പിന്നെയും 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 ആനന്ദങ്ങളാണ് ഉണ്ടാവുക. ഇത് ആസ്വദിക്കുന്നവനാണ് വിശ്വാസി. അവൻ മനസ്സിലാക്കും എന്തിനാണ് റബ്ബെന്നെ പരീക്ഷിക്കുന്നത്. നേരെ മറിച്ച് ഈ ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകൾ ഓരോ പ്രയാസം വരുമ്പോഴും തീർന്നല്ലോ എന്ന് അവർ വിചാരിച്ചുകൊണ്ടിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് സേവിക്കാനും സഹായിക്കാനുള്ള മനസ്സ് വരില്ല. അവർക്ക് സമ്പത്ത് ദാനം ചെയ്യാൻ കഴിയില്ല. അവർക്ക് എപ്പോഴും ബേജാറായിരിക്കും, തീർന്നല്ലോ തീർന്നല്ലോ. ഒരു രോഗം വരുമ്പോഴേക്ക് തീർന്നല്ലോ, കടം വരുമ്പോഴേക്ക് പ്രയാസമായല്ലോ, എങ്ങനെയാണ് ജീവിതം നശിപ്പിക്കുക എന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കും. മദ്യത്തിൽ അഭയം തേടും, മയക്കുമരുന്നിൽ അഭയം തേടും, കൊലയും കൊല്ലയും നടത്തും. കാരണം ജീവിതം കഴിഞ്ഞല്ലോ എന്നുള്ള ബേജാറിലാണ് അവർ. വിശ്വാസി ജീവൻ കഴിഞ്ഞല്ലോ എന്നല്ല വിചാരിക്കുന്നത്, അനന്തമായ ജീവിതം തുടങ്ങുകയാണല്ലോ എന്ന് അവൻ വിശ്വസിക്കും. അതുകൊണ്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരണമെത്തുന്നു എന്ന സൂചന ലഭിക്കുമ്പോൾ മരണമേ സ്വാഗതം എന്ന് പറയുന്നത്. മർഹബല്ലിൽ മൗത്ത്, മരണമേ സ്വാഗതം. മർഹബല്ലിൽ ഹബീബ്, മരണത്തിന്റെ മലാക്കയാകുന്ന കൂട്ടുകാര അസ്റായീലേ സ്വാഗതം. വിശ്വാസിക്കല്ലാതെ ആർക്കത് സാധിക്കുക? മരണമേ സ്വാഗതം. കാരണം അദ്ദേഹം ചെയ്തു കൂട്ടിയ നന്മകൾക്ക് പ്രതിഫലം വേണം. പ്രയാസങ്ങളില്ലാത്തൊരു ലോകത്ത് ജീവിക്കാനാകണം. രോഗപീഠകളില്ലാത്ത, മറ്റ് പരീക്ഷണങ്ങളില്ലാത്തൊരു ജീവിതത്തിലേക്ക് മാറണം. അത് പരലോകമാണ്, പരലോകം മാത്രമാണ്. അതിനുള്ള അവസരം വരുമ്പോൾ, മരണത്തിന്റെ സൂചന തോന്നുമ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഗംഭീരമായി പ്രാർത്ഥിച്ചു, മരണമേ സ്വാഗതം. മരണത്തിന്റെ മാലാക്കയെ കുറിച്ച് കൂട്ടുകാര എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നു. കാരണം
അദ്ദേഹം ഈ ലോകത്തിന് വേണ്ടി ജനിച്ചവനല്ല. അല്ലദീ ഖലഖൽ മൗത്ത്, മരണത്തെ പടച്ച റബ്ബ്, വൽ ഹയാത്ത്, ജീവിതത്തെയും പടച്ച റബ്ബ്, ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. വലിയൊരു പരീക്ഷാ ഹാളിൽ ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ ഈ ലോകത്ത്. ആ പരീക്ഷാ ഹാളിൽ എങ്ങനെയാണ് വിജയിക്കേണ്ടത് എന്ന് കൃത്യമായ രീതിയിൽ പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ദൈവമുണ്ടോ എന്നുള്ള ചോദ്യമല്ല വിശ്വാസിയുടെ മുമ്പിൽ, ദൈവമുണ്ടല്ലോ എന്നുള്ള ഉറപ്പിലാണ് അവൻ അഭിരമിക്കുന്നത്. അത് കുട്ടിയുടെ ഡയറി കുറിപ്പിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലെ പ്രത്യേകമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണെങ്കിലും ആരാര് ചോദ്യം ചെയ്യുമ്പോഴും വിശ്വാസി അത് പൂർണ്ണമായി പിന്നെയും ദൈവവിശ്വാസത്തിൽ അവൻ ഉറച്ചു നിൽക്കുന്നു. പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ട റസൂൽ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവൻ പിന്നെയും ഓർത്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളെ എന്തിനൊക്കെ റബ്ബ് പരീക്ഷിക്കും? ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്, ഹദീസുകളും അത് വിശദീകരിക്കുന്നുണ്ട്. പലപ്പോഴും തഹ്ഖീഖുൽ ഉബൂദിയ്യ, അടിമത്തത്തിന്റെ പൂർണ്ണമായ ബോധ്യപ്പെടലിന് വേണ്ടി പരീക്ഷിക്കും. പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണ് പരീക്ഷിക്കൽ. അവർ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളാണ്. ആ റബ്ബുമായുള്ള ബന്ധത്തെ അവർ എത്രമേൽ ദൃഢമായി സൂക്ഷിക്കുമെന്നറിയാൻ നിരന്തരമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്താന നഷ്ടം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. തന്റെ ജീവന്റെ തുടിപ്പായിരുന്ന മക്കൾ 7 പേരിൽ 6 പേരും ജീവിതകാലത്ത് പിരിഞ്ഞുകൊണ്ട് മുത്തുറസൂൽ പരീക്ഷിതനായി. ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുറസൂലിന്റെ മടിയിൽ കിടന്ന് വർത്തക പ്രമുഖയും ഏറ്റവും വലിയ സമ്പന്നയുമായിട്ടും ഭക്ഷണം കഴിക്കാതെ 3 വർഷം ശുഅബ് അബി ത്വാലിബിൽ താമസിച്ച കാരണത്താൽ പോഷകങ്ങളുടെ കുറവ് കൊണ്ട് മരണപ്പെടുന്നത് മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നയനങ്ങൾ കൊണ്ട് നേരിട്ട് കാണേണ്ടി വന്നു. പിന്നെയും പല പരീക്ഷണങ്ങൾക്ക് വിധേയനായി. യൂസുഫ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാം വിവിധങ്ങളായ പരീക്ഷണങ്ങൾക്ക് വിധേയനായി. സഹോദരന്മാർ തന്നെ ശത്രുക്കളായി, കിണറിലിട്ടു, മറ്റ് പല പരീക്ഷണങ്ങൾക്കും വിധേയനായി. അന്നത്തെ പെണ്ണുങ്ങൾ അദ്ദേഹത്തിനെതിരെ ദുരാരോപണങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹത്തെ പ്രീണിപ്പിച്ച് ലൈംഗിക സായുജ്യം നേടാൻ ഉടമയായിരുന്ന രാജ്ഞി ശ്രമം നടത്തി. എല്ലാ പരീക്ഷണങ്ങളിലും പടച്ച റബ്ബിനെ ഓർത്ത് ദൃഢമായി പിടിച്ചു നിന്നു. അവസാനം ഈജിപ്തിന്റെ രാജകുമാരനായി വളർന്നു വന്നു, നായകനായി തീർന്നു. ഇതെന്തിനാ? തഹ്ഖീഖുൽ ഉബൂദിയ്യ, അള്ളാഹുവുമായുള്ള അടിമത്തം. അള്ളാഹു നമ്മുടെ സയ്യിദാണ്, റബ്ബാണ്, രക്ഷിതാവാണ്. നമ്മൾ അവന്റെ വിനീത വിധേയരാകുന്ന അടിയാറുകളാണ്. ഈ ഒരു ബന്ധം വെളിപ്പെടുത്താൻ അള്ളാഹു ഗംഭീരമായി പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നത് കാണാം. ഞാൻ അതിലേക്ക് പ്രവേശിക്കില്ല. കഫാറത്തുൽ ലിദ്ദുനൂബ്, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹു പരീക്ഷിക്കും. രോഗങ്ങൾ പലപ്പോഴും പാപങ്ങൾ പൊറുക്കാനാണ്. പരീക്ഷണങ്ങളിൽ ക്ഷമ കാണിക്കുന്നതനുസരിച്ച് അവൻ ചെയ്ത പാപങ്ങൾ ഓരോന്ന് ഈ ദുന്യാവിൽ ഇല്ലാതെയാകുന്നു. അപ്പൊ ഈ ദുന്യാവിലെ പരീക്ഷണം വളരെ മനോഹരമായി കാണാൻ വിശ്വാസിക്ക് സാധിക്കുന്നു. കാരണം യഥാർത്ഥ ജീവിതം, ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസിയുടെ ജീവിത വീക്ഷണം, യഥാർത്ഥ ജീവിതം പരലോകത്താണ്. അപ്പോഴേക്ക് എല്ലാ പാപങ്ങളും പൊറുക്കാൻ എൻ്റെ ഈ പരീക്ഷണം കാരണമാകുന്നെങ്കിൽ വിശ്വാസിക്ക് ആ പരീക്ഷണം കാരുണ്യമായി ബോധ്യപ്പെടുന്നു. അങ്ങനെയാണല്ലോ. യഥാർത്ഥ ജീവിതത്തിന് ഇത് സഹായകമാകുമെങ്കിൽ ഈ പരീക്ഷണം വളരെ സന്തോഷാണ്. എന്തിനാ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച 100,000 സംഭവങ്ങൾ വിശ്വാസിക്ക് പരിചയമുണ്ട്. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ലെന്ന് വരും. എന്തുകൊണ്ട്? പടച്ച റബ്ബിന്റെ തീരുമാനം മറ്റൊന്നായിരിക്കും. ചിലപ്പോൾ ഈ വിശ്വാസിക്ക് അതായിരിക്കും ഗുണപ്രദം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനാ റബ്ബ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അഭീഷ്ടത്തിനൊത്തുന്ന് തുള്ളുന്ന ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവന് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ടെൻഷനാവും.
നമ്മുടെ അഭീഷ്ടത്തിനൊത്തു തുള്ളുന്ന, ഞാൻ കരുതിയ മാതിരിയൊക്കെ സംഭവിക്കണമെന്ന് വിചാരിക്കുന്ന, ഞാനും എൻ്റെ ദൈവവും എൻ്റെ ഭാര്യയും മക്കളും എന്ന വളരെ ഇടുങ്ങിയ ചിന്താഗതി പുലർത്തുന്ന ആളുകൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ബോധ്യപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ പ്രയാസാകും. നേരെ മറിച്ച് വിശ്വാസിക്ക് അങ്ങനെയല്ല. പ്രാർത്ഥിക്കാനാ റബ്ബ് പറഞ്ഞത്, നമ്മളത് ചെയ്യുന്നു. അതിന് പ്രാർത്ഥിക്കുന്നതോടുകൂടെ ഒരു പ്രതിഫലം ഉറപ്പാകുന്നു. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത് തന്നെ ഉത്തരമായി ലഭിക്കുന്നു, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതായിരിക്കില്ല, നമുക്ക് കൂടുതൽ സ്യൂട്ടബിളായ മറ്റൊന്ന് ഉത്തരമായി ലഭിക്കുന്നു. ചിലപ്പോ ഒരു ഉത്തരവും ദുന്യാവിൽ ലഭിക്കാതെ ഈ പ്രാർത്ഥനയുടെ ഫലം നൽകാൻ അള്ളാഹു ആഖിറത്തിലേക്ക് മാറ്റിവെക്കുന്നു. മുത്തറസൂൽ വിശദീകരിക്കുന്നുണ്ട്, കുറെ പ്രാർത്ഥനയുടെ ഫലം വിശ്വാസികൾക്ക് ആഖിറത്തിൽ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും ആത്മാർത്ഥമായി പറയോത്രേ, പടച്ചോനെ, എൻ്റെ ഒരൊറ്റ പ്രാർത്ഥനയും ദുന്യാവിൽ നീ സ്വീകരിക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. കാരണം ദുന്യാവ് ഇങ്ങോട്ട് തട്ടിമുട്ടി തീരും. ഞാൻ പ്രാർത്ഥിച്ചത് തന്നില്ലെങ്കിലും ദുന്യാവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോരും. മരിക്കോളാണല്ലോ അവിടുത്തെ ജീവിതം. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് നീ സ്വീകരിക്കാതിരുന്നതിന്, ദുന്യാവിൽ നീ അത് കബൂലാക്കാതിരുന്നതിന് ഈ ആഖിറത്തിൽ കിട്ടുന്ന അനന്തമായ പ്രതിഫലം കാണുമ്പോൾ, പടച്ചോനെ, ജീവിതത്തിൽ ഞാൻ നടത്തിയ ഒരു പ്രാർത്ഥന പോലും നീ സ്വീകരിക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നുവെന്ന് അവിടെ വെച്ച് വിശ്വാസി ആഗ്രഹിച്ചു പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ജീവിത വീക്ഷണവും ഇതോടുകൂടെ എല്ലാം തീർന്നു എന്ന വളരെ നിസ്സാരമായ, ഒരിക്കലും ബുദ്ധിപരമായി അംഗീകരിക്കാൻ പറ്റാത്ത ഈ വരണ്ട ദർശനവും തമ്മിലുള്ള സംഘർഷമാണ് ഈ കാണുന്നതൊക്കെ. വിശ്വാസിക്ക് ദോഷം പൊറുക്കാൻ ഇത് കാരണമാകും. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പനി പിടിച്ച് കിടക്കുമ്പോൾ കൂട്ടുകാർ സന്ദർശിക്കാൻ പോവുകയും രോഗം സുഖാവട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കുമ്പോൾ അത് ചെയ്യരുതെന്ന് അബൂ ഹുറൈറ തങ്ങൾ അവരെ തടയുന്നത്. കാരണം ഈ പനി മുഖേന ഞാൻ ആസ്വദിക്കുകയാണ്, എന്നിൽ നിന്ന് എന്തെങ്കിലും അപാകങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബർ മരത്തിന്റെ ഇല ഒരു സന്ദർഭങ്ങളിൽ മുഴുവനായി കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. തന്റെ ജീവിതത്തിൽ നിന്ന് പനി കാരണം ഈ പാപങ്ങളെല്ലാം പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സുഖപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരെ തടയുന്നുണ്ട്. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫീ നഫ്സി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വിശ്വാസിക്കും വിശ്വാസിനിക്കും പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വലദിഹി വമാലിഹി, അവരുടെ ശരീരത്തിലും അവരുടെ സമ്പത്തിലും സന്താനങ്ങളിലൊക്കെ. ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖത്തീഅ, ആ പരീക്ഷണങ്ങൾ സഹിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു പാപവുമില്ലാത്ത വിധം അവർ വിശുദ്ധരായിട്ടുണ്ടാകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നഫ്സിൽ പരീക്ഷണങ്ങൾ ഉണ്ടായി, മക്കളിൽ പരീക്ഷണങ്ങളുണ്ടായി മരണം കൊണ്ട്, സമ്പത്തിൽ പരീക്ഷണങ്ങളുണ്ടായി, പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വന്നു. ഇതിനെയെല്ലാം നേരാംവണ്ണം അഭിമുഖീകരിച്ച് റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ ഒരു പാപം പോലുമില്ലാത്ത വിശുദ്ധനായി മാറാൻ വിശ്വാസിക്ക് സാധ്യമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമിദി അവിടുത്തെ ഹദീസ് ഗ്രന്ഥത്തിൽ 2399 ഹദീസായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ കൂലി കിട്ടാൻ വേണ്ടി അള്ളാഹു പരീക്ഷിക്കും, പദവി ഉയരാൻ വേണ്ടി പരീക്ഷിക്കും. വലിയ വലിയ പ്രവാചകന്മാർക്കൊക്കെ അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായി. അവരുടെ പദവി കൂടാൻ വേണ്ടി പിന്നെയും 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 അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാൻ വേണ്ടി പരീക്ഷിക്കും. ഒഴിവുകൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അശ്ലീലങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പോഴും വിശ്വാസിക്ക് ഗുണം വരും, കാരണം അവൻ അതിൽ നിന്ന് മാറി വിശുദ്ധമായ ജീവിതം നയിക്കും. അപ്രകാരം തന്നെ അവന്റെ ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടി പരീക്ഷണങ്ങൾ ഉണ്ടാകും. കുറെ പരീക്ഷണങ്ങളുടെ സിറുകൾ മഹാപണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ശത്രുക്കളെ മനസ്സിലാക്കാനുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ശത്രുക്കളെ മനസ്സിലാക്കാൻ. നല്ല സമ്പത്തൊക്കെ ഉണ്ടാവുമ്പോ കൂടി ഇങ്ങനെ നടക്കുന്ന ആളുകൾ ഈ മനുഷ്യന് സാമ്പത്തികമായി വല്ല അധോഗതിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കൂല. അപ്പൊ ആരൊക്കെയാണ് യഥാർത്ഥ മിത്രം, ആരാണ് യഥാർത്ഥ ശത്രു എന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഈ പരീക്ഷണം കൊണ്ട് സാധ്യമാകും. ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ പരീക്ഷണങ്ങൾ വിവിധ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും നമ്മളോട് എണ്ണി 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 പറയുന്നുണ്ട്. അനന്തമായി 10ഉം 20ഉം 25ഉം ഒക്കെ കാരണങ്ങൾ അശൗഖു ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് മോഹിപ്പിക്കാൻ പരീക്ഷിക്കും. നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രേരണ വരാൻ പരീക്ഷിക്കും. ജനങ്ങളോട് ആർദ്രത കാണിക്കാൻ പരീക്ഷിക്കും.
ഒരാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ അപകടം സംഭവിക്കുന്ന ആളുടെ വിഷമം പ്രയാസം അയാൾക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നു. പിന്നെ അപകടം പറ്റുന്ന ആളുകൾക്കൊക്കെ സഹായം ചെയ്യാൻ ഈ മനുഷ്യൻ അത് പ്രേരണയാകുന്നു. സാമ്പത്തികമായി വലിയ പിശുക്ക് കാണിച്ചിരുന്ന ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം കൊടുത്ത് പരീക്ഷിക്കുന്നു. പല ആളുകളും അദ്ദേഹത്തെ സഹായിക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്നു, ഞാനും ഇങ്ങനെയൊക്കെ സഹായിക്കേണ്ട ആളായിരുന്നു. പിന്നീട് അയാൾ ആ പരീക്ഷണത്തിൽ നിന്നും മെല്ലെ മെല്ലെ മോചിതനാകുന്നു. പിന്നെയും ബിസിനസ് തുടങ്ങുന്നു, അയാൾ സമ്പന്നനാകുന്നു. മുമ്പത്തെ ജീവിതമായിരിക്കില്ല പിന്നെ ആ മനുഷ്യന്. അയാൾ സഹായിക്കാൻ മുന്നിലുണ്ടാകും. അയാൾ പാവപ്പെട്ടവരെ പരിഗണിക്കും, വീടില്ലാത്തവർക്ക് വെച്ചു കൊടുക്കും, രോഗമുള്ള ആളുകൾക്ക് ഔഷധം നൽകും. ഇങ്ങനെ നമ്മുടെ ജീവിതക്രമം മാറാൻ വേണ്ടി അള്ളാഹു പരീക്ഷണം നടത്തുന്നു. ഇതൊക്കെ റബ്ബ് തആല കൃത്യമായി നമ്മളോട് വെളിപ്പെടുത്തിയതാണ്. ഈ പരലോകത്തെ വിശ്വസിക്കുമ്പോ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ മനോഹരമായി നേരിടാൻ വിശ്വാസിക്ക് സാധിക്കും. അതുകൊണ്ടാണ് അതൊക്കെ റഹ്മത്താണെന്ന് അവന് ബോധ്യപ്പെടുന്നത്. ഈ പരലോകത്തെ ടച്ച് ചെയ്ത് നമ്മൾ ചിന്തിച്ചാൽ ഈ പരീക്ഷണങ്ങളൊക്കെ കാരുണ്യാണ്, റഹ്മത്താണ്. എല്ലാത്തിനെയും റഹ്മത്ത് പൊതിഞ്ഞു നിൽക്കുന്നുവെന്നത് നമുക്ക് ബോധ്യപ്പെടുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ദുനിയാവ് എങ്ങനെയാണ് അനുഭവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. കുലു വശ്റബു വലാ തുസ്രിഫു, അമിതത്വം പാടില്ല ഒന്നിലും. പിന്നെയും സമ്പത്ത് കോടാനുകോടികൾ കൂട്ടണമെന്ന് കരുതിയിട്ട് പ്രകൃതി വിഭവങ്ങളെ അമിതമായ രീതിയിൽ ചൂഷണം ചെയ്യാൻ പാടില്ല. ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഈ പ്രകൃതിയിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ ദുര കൊണ്ട്, നമ്മുടെ അത്യാർത്തി കൊണ്ട് പ്രവർത്തനം നടത്തുമ്പോൾ പലപ്പോഴും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. സൂറത്ത് റൂമിൽ നിന്ന് ഞാൻ നേരത്തെ സൂക്തം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവമല്ല എന്ന് അവർക്കൊക്കെ ബോധ്യപ്പെട്ടല്ലോ പരീക്ഷണം ഉണ്ടായപ്പോ. ഈ പരീക്ഷണം എങ്ങനെ സംഭവിച്ചു? വെള്ളം ഇറങ്ങിയിട്ടല്ലേ. ഈ വെള്ളം എങ്ങനെ ഇറങ്ങി? മഴ ചെയ്തിട്ട്. ഈ മഴ എങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ പ്രകൃതിയുടെ ഓരോ പ്രതിഭാസത്തിന്റെയും പിറകെ നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എത്തിച്ചേരുക സ്രഷ്ടാവിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൃഷ്ടിക്കപ്പെട്ട ഏത് സാധനവും, ഉണ്ടായ ഏത് സാധനവും അതിനുണ്ടാക്കുന്ന ഒരാൾ വേണം, ഒരു സ്രഷ്ടാവ് വേണം. ഈ സ്പീക്കർ ഇവിടെ സ്വന്തം ഉണ്ടാവില്ല, ഈ മൊബൈൽ ഫോൺ സ്വന്തം ഉണ്ടാവില്ല, ഈ കാണുന്ന പള്ളിയും സംവിധാനങ്ങളും സ്വയം ഉണ്ടാവുന്നില്ല, ഈ പ്രപഞ്ചവും അതും സ്വയം ഉണ്ടാവില്ല. ഈ പ്രപഞ്ചം സ്വയം ഉണ്ടാവില്ല. പരമാവധി ശാസ്ത്രലോകം എത്തിച്ചേരുന്നത് രണ്ട് വീക്ഷണങ്ങളാണ്. ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് തിയറി, ലോകം ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇത് പഴയകാല വീക്ഷണമാണ്. അതിനിപ്പോ ഒരു തെളിവുമില്ല, ഒരു സയന്റിസ്റ്റും ഇത് അംഗീകരിക്കുന്നില്ല. മറ്റൊന്ന് ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 1382 കോടി വർഷത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അന്ന് പ്രപഞ്ചം ഒരു ചെറിയ നെബുലയായിരുന്നു എന്നാണ്. അതിന്റെ മുന്നെയോ ആ നെബുല പോലും അല്ലായിരുന്നു. സമ്പൂർണ്ണ ശൂന്യതയിൽ നിന്ന് എങ്ങനെ നെബുല രൂപപ്പെട്ടു വന്നു? ഒരേ ഉത്തരേ ഉള്ളൂ, പടച്ച റബ്ബ് ആ നെബുലയെ സൃഷ്ടിച്ചു എന്ന് മാത്രം. അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്ന് നെബുല രൂപപ്പെട്ടു? സ്വയം യാദൃച്ഛികത ഒന്നിനെയും സൃഷ്ടിക്കൂല എന്നാണ്. എങ്ങനെയാണ് ആ നെബുല രൂപപ്പെട്ടത്? പോട്ടെ, അതിൽ കുറെ കാലം കഴിഞ്ഞപ്പോ സാന്ദ്രത കൂടിയിട്ട് പൊട്ടിത്തെറിച്ചു. എന്തുകൊണ്ട് സാന്ദ്രത കൂടി? അന്ന് സൂര്യനില്ല, അന്ന് ചന്ദ്രനില്ല, വെളിച്ചത്തിന്റെ സ്രോതസ്സുകളില്ല, അന്ന് ചൂടാവാൻ ഒരു സംവിധാനമില്ല. പിന്നെ എങ്ങനെയാണ് അതിൽ പ്രഷർ കൂടിയത്? കൂടി 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 വന്നിട്ട് അത് പൊട്ടിത്തെറിച്ചു എന്നാണ്. എങ്ങനെ പ്രഷർ കൂടി? ബാഹ്യമായ ഒരു ശക്തിയുടെ ഇടപെടലില്ലാതെ അത് സാധ്യമേ അല്ല. ഈ ബാഹ്യമായ ശക്തി ഏതാണ്? സൂര്യനാണോ? സൂര്യനൊന്നില്ല. ചന്ദ്രനാണോ? ഇല്ല. മനുഷ്യരാണോ? ഒരു മനുഷ്യൻ പോലും ഇല്ല. പിന്നെ ഇതിനൊരു ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ഇതിനൊരു ഉത്തരം പറഞ്ഞേ പറ്റൂ. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? വിശ്വാസിക്ക് കൃത്യമായ രീതിയിൽ അതിനുത്തരമുണ്ട്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇ, അല്ലാഹു എല്ലാത്തിനെയും പടച്ചു. അപ്പൊ എന്തുകൊണ്ട് അല്ലാഹു അന്ന് സാന്ദ്രത കൂട്ടി എന്നുള്ള ചോദ്യത്തിനൊരു അർത്ഥമല്ല. അല്ലാഹു ഫഅാലുൻ ലിമാ യുരീദ്, അവൻ ഇഷ്ടമുള്ളത് അവൻ ചെയ്യും. കാരണം ഈ പ്രപഞ്ചം അവൻ്റെതാണ്, അവൻ പടച്ചതാണ്. ഇതുവരെ ജീവിക്കാൻ സമ്മതം തന്നത് അവനാണ്, ഇതുവരെ കൃഷി നടത്താൻ സൗകര്യം ഒരുക്കി തന്നത് അവനാണ്. ഒരു നിമിഷത്തിൽ
പല പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ബോധ്യപ്പെടുന്നതും അല്ലാത്തതുമായ ഹിക്മത്തിന് വേണ്ടി അതങ്ങോട്ട് തീർത്ത് കളയണമെന്ന് വിചാരിക്കാൻ, അവന്റെ വിചാരത്തിൽ ഇടപെടാൻ ആർക്കുമേ സാധ്യമല്ല. എന്നാൽ അതോടുകൂടെ ആത്യന്തികമായി നഷ്ടം വരുമോ? ഇല്ല. ചില താത്കാലിക നഷ്ടങ്ങൾ ഉണ്ടാകും. അതിവിടെ മാത്രമൊന്നുമല്ലല്ലോ, ദുരന്തം വരുമ്പോ മാത്രമൊന്നുമല്ലല്ലോ, മരിക്കുന്നില്ലേ? ഒരു കുഞ്ഞു മരിക്കുമ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ച് അതെന്തായാലും ഒരു വിഷമം തന്നെയാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയാവുന്ന ചെറുപ്പക്കാരൻ മരിച്ചു പോകുമ്പോ തീർച്ചയായിട്ടും അത് വിഷമം തന്നെയാണ്. ഇതൊക്കെ നിരന്തരം നമ്മുടെ മുന്നിൽ സംഭവിക്കുന്നതല്ലേ. ആരാ മരിപ്പിക്കുന്നത്? ആരാ ജീവിപ്പിക്കുന്നത്? അള്ളാഹു ജീവിപ്പിക്കുന്നു, അള്ളാഹു മരിപ്പിക്കുന്നു. ഇന്ന റബ്ബി, എന്റെ റബ്ബ് എന്നും പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ മുമ്പിൽ സംവാദം നടത്തുന്നുണ്ട്. യുഹീ വ യുമീത്, എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു. അതും ആ കുടുംബത്തെ സംബന്ധിച്ച് പ്രയാസം തന്നെയാണ്. പക്ഷെ ലോകത്തിന്റെ ക്രമം അങ്ങനെയാണ്. അവസാനിപ്പിക്കാൻ നമുക്ക്, ലോകത്തെ കാര്യകാരണ ബന്ധങ്ങളുമായി ചേർത്താണ് റബ്ബ് തആല സൃഷ്ടിച്ചിട്ടുള്ളത്. മഴ പെയ്യാൻ ഒരു കാരണം ഉണ്ടാകും, പനി വരാനൊരു കാരണം ഉണ്ടാകും, ഉരുൾപൊട്ടാൻ ഒരു കാരണം ഉണ്ടാകും. ഈ ബന്ധങ്ങൾ ഒഴിവാക്കിയിട്ട് ഓരോരുത്തർക്കും യഥാസമയം ആവശ്യമുള്ളത് ചെയ്യാന്നുള്ളത് റബ്ബിനെ നമ്മൾ വിചാരിക്കുന്ന കാൻവാസിൽ ഒതുക്കലാണ്. എൻ്റെ മോൻ എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത് പോലെ എൻ്റെ റബ്ബ് എങ്ങനെ വിചാരിക്കണം എന്ന് ഓരോ വിശ്വാസിയും അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവനും വിചാരിക്കുന്നത് പോലെയാണ്. അത് റബ്ബാവൂല, അതൊരിക്കലും റബ്ബാവൂല. ഇപ്പൊ ഞാൻ കോഴിക്കോട് പോകാൻ വേണ്ടി ഈ പെരിന്തൽമണ്ണ വഴി പാലക്കാട് പോകുന്ന ബസ് കയറി ഇരുന്നിട്ട് പടച്ചോൻ എന്നെ കോഴിക്കോട് എത്തിക്കണേ എന്ന് ദ്വാർന്നിട്ട് എന്ത് കാര്യം? നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയാണെങ്കിൽ ആ ബസ്സിൽ തിങ്ങി നിറഞ്ഞ സർവ്വ മനുഷ്യർക്കും അത് ഉപദ്രവമായി തീരും. കാരണം അവര് കോഴിക്കോട് ബസ് കയറിയേ. ഞാൻ ഇവിടുന്ന് ബസ് കയറിയിട്ട് അടുത്ത ജംഗ്ഷനിലെത്തിയപ്പോൾ എൻ്റെ പ്രാർത്ഥനാഫലമായി ബസ് ഇങ്ങോട്ട് തിരിഞ്ഞ് ആ ബോയ്സ് സ്കൂളിൻ്റെ അതിലൂടെ അങ്ങോട്ട് നേരെ പെരിന്തൽമണ്ണ വഴിയിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടേക്ക് പല സമയത്തും എത്തേണ്ട, പല ആവശ്യങ്ങൾക്കും എത്തേണ്ട ആ ബസ്സിലുള്ള ഞാനല്ലാത്ത എല്ലാവരും പ്രയാസപ്പെടും. അത്തരം സന്ദർഭങ്ങളിൽ പടച്ച റബ്ബ് പ്രാർത്ഥന സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. തീരെ സ്വീകരിക്കൂല എന്ന് പറയാനൊന്നും പറ്റൂല. ചിലപ്പോ അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ സ്വീകരിച്ചെന്ന് വന്നേക്കും. അത് ചിലപ്പോ ആത്യന്തികമായി മറ്റു യാത്രികർക്കും ഗുണപ്രദമാകുകയും ചെയ്യും. കാര്യകാരണ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒട്ടകത്തിന്റെ കാറയച്ചു വിട്ടിട്ട് ഞങ്ങൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കട്ടെ എന്ന് സാബിവര്യൻ ചോദിച്ചപ്പോ, അല്ല, ഒട്ടകത്തിനെ പര്യാപ്തമായ കയറുകൊണ്ട് ബന്ധിച്ചിട്ട് നീ റബ്ബിനോട് കാവൽ തേടണം, നീ തവക്കുലാക്കണം. അല്ല, ഒട്ടകങ്ങളെ മൊത്തം അയച്ചിട്ട് റബ്ബ് ഏറ്റോളും. നമ്മൾ തീരെ അധ്വാനിക്കണമൊന്നുമില്ല, റബ്ബ് ഭക്ഷണം തന്നോളും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഭക്ഷണം വേണമെന്ന് വിചാരിക്കുമ്പോഴേക്ക് റബ്ബ് തആല നമ്മുടെ മുമ്പിൽ ഒരു ചഷകത്തിൽ ഒരു തളികയിൽ ഭക്ഷണം കൊണ്ടുവരുന്നു, പാനീയം കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അതോടുകൂടെ നശിച്ചു പോകും. ഒരാളും പിന്നെ അധ്വാനിക്കൂല. എനിക്ക് വേണ്ട ഫുഡ് എനിക്ക് തോന്നുന്ന സമയത്ത് കാരുണ്യവാനായ റബ്ബ് തന്നിരിക്കണം എന്നൊരുത്തൻ വാശി പിടിക്കുന്നു, ഒരു കുരുത്തം കെട്ട വാശി. അങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു, എനിക്ക് ബിരിയാണി വരട്ടെ, ഞാൻ ഇറച്ചിമത്തിനി വരട്ടെ എന്ന് വേറൊരാൾ, പൊറാട്ടയും കടലയും വരട്ടെ എന്ന് മറ്റൊരാൾ. യഥാസമയം കാരുണ്യവാനായ റബ്ബ് അതൊക്കെ കൊടുക്കണമെന്ന് സങ്കല്പിച്ചോളൂ. എല്ലാവരും ആവശ്യമുള്ളത് തിന്ന് കൊഴുത്ത് അങ്ങനെ ഇരിക്കും. ഒരാളും അധ്വാനിക്കില്ല. നാട് കാടുമൂടിപ്പോകും. ഒരു ഡോക്ടർ രൂപപ്പെടൂല. കാരണം കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് ഡോക്ടറാവാൻ ആരും വരൂല. ഒരു എഞ്ചിനീയർ ഉണ്ടാവൂല. +2 മുതൽ +1 മുതൽ സയൻസ് പഠിച്ച് പിന്നെ എൻട്രൻസ് പഠിച്ച് കുറേ അധ്വാനിച്ച് മാത്സ് കൊണ്ട് തല പുണ്ണാക്കി ഒരാളും സിവിലെത്തൂല, ഒരാളും കെമിക്കൽ എഞ്ചിനീയർ ആവൂല, അതുകൊണ്ട് വണ്ടി ഓടൂല, ഒരാളും പെട്രോളിയം എഞ്ചിനീയർ ആവൂല, അതുകൊണ്ട് പെട്രോൾ കിട്ടൂല. ലോകം നശിച്ചു പോകും. കുറെ പൊണ്ണത്തടിയന്മാരുടെ ലോകം രൂപപ്പെടും. അപ്പൊ അല്ലാഹു തആല എന്തും ചോദിക്കുമ്പോ പടച്ചോനെ എനിക്ക് ഫുഡ് വേണം, ഇന്ന ഫുഡ് വേണം എന്ന് ഓരോരുത്തരും പറഞ്ഞു. അവർക്കൊക്കെ വേണ്ട ഫുഡ് അല്ലാഹു ഇങ്ങനെ കൊടുക്കുക? അത് സംഭവിക്കൂല. അല്ലാഹുവിന് കൊടുക്കാൻ കഴിയാത്തതല്ല. കാര്യകാരണ ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ലോകത്തിന്റെ താളത്തെ, ക്രമത്തെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യവും. യുക്തിവാദികളാകുന്ന മതവിരുദ്ധർ ചെയ്തതുപോലെ യുക്തിവാദികളാവുന്ന ചില ആളുകളും ഈ കലക്കൽ വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ കറാമത്തുള്ള ഔലിയാക്കൾ, അവർക്കെന്താ ഈ ഉരുൾപൊട്ടലെടുത്ത് തടഞ്ഞു നിർത്തിക്കൂടെ? ഇവര് വിചാരിച്ചത് ഈ ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ, അള്ളാഹുവിന്റെ അടുപ്പക്കാരെന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു ഒരു തീരുമാനം എടുത്താൽ അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണെന്നാണ്. അല്ലല്ല.
പ്രാർത്ഥിച്ചൂടെ, എന്നിട്ട് ഇതിനെ തടഞ്ഞൂടെ എന്ന് യുക്തിവാദി ചോദിക്കുന്ന, മതേതര യുക്തിവാദി ചോദിക്കുന്ന അതേ ചോദ്യമാണ് വിവരദോഷികളാകുന്ന ചില മതയുക്തിവാദികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ കറാമത്ത്? യുക്തിവാദി ചോദിക്കുക എവിടെ പ്രാർത്ഥന? അപ്പൊ കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹ് ഒരു തീരുമാനം എടുത്താൽ അതിനെതിരെ തന്നെ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ടീമാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അതിനൊക്കെ കാര്യകാരണ ബന്ധങ്ങളുണ്ട്, അതിനൊക്കെ ചില സന്ദർഭങ്ങളുണ്ട്. പരീക്ഷണങ്ങളെ അല്ലാഹു വിശ്വാസികൾക്ക് നൽകുമ്പോ അതിനെ പ്രതിരോധിക്കാനല്ല കറാമത്ത്. ഈ രീതിയിൽ ആഖിറത്തെ ബന്ധപ്പെടുത്തി ജീവിതത്തെ കാണുകയും ആ ജീവിത വീക്ഷണം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതല്ല, ഇതിനപ്പുറമുള്ള ദുരന്തങ്ങളും കാരുണ്യമായിട്ട് തന്നെ ബോധ്യപ്പെടും. അതില്ലാതെ ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഈ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ വലിയ ഉരുൾപൊട്ടൽ വേണമെന്നില്ല, ഭൂമി കുലുക്കം വേണമെന്നില്ല, ചെറിയൊരു മുറിവ് സംഭവിക്കുമ്പോൾ തന്നെ തീർന്നല്ലോ എന്നുള്ള നിലക്ക് ടെൻഷനാകും. ഈ ജീവിത വീക്ഷണത്തിന്റെ സംഘർഷമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. വിശ്വാസിക്കത് കൊണ്ടൊന്നും യാതൊരുവിധ അനർത്ഥവും സംഭവിക്കാനില്ലെന്ന്, വിശ്വാസിയെ മാന്തിയെടുത്ത് കളയാം, അള്ളാഹുവിനെ അങ്ങോട്ട് തേച്ചൊട്ടിക്കാം എന്നൊക്കെ തെറ്റിദ്ധരിച്ച ആളുകൾ മനസ്സിലാക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മുടെ എല്ലാ സത്കർമ്മങ്ങളും കബൂലാക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളൊക്കെ നിരന്തരം സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇത്തരം ദുരന്തബാധിതർക്ക്. മാനായ ഇമാമുന റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. വലിയ സൂഫി പണ്ഡിതന്മാരിരിക്കുന്ന പള്ളിയിൽ ഒരു സദസ്സിലേക്ക് സൈഡിലേക്ക് വന്ന് ഒരു ഉമ്മ പറയാണ്, ഒരു കുപ്പി ഒലീവെണ്ണയുമായിട്ട് ഈ ഒലീവെണ്ണ പള്ളിയിൽ കത്തിക്കുക, അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടട്ടെ. ആ പണ്ഡിതരുടെ ഏറ്റവും വലിയ ആള് ചോദിച്ചോലോ, താങ്കൾ ഈ മച്ചു വരെ എത്തുന്ന പ്രകാശമാണോ ആഗ്രഹിക്കുന്നത്, അർശ് വരെ എത്തുന്ന പ്രകാശമാണോ ആഗ്രഹിക്കുന്നത്? ആ ഉമ്മ പറഞ്ഞു, എനിക്ക് അർശ് വരെ എത്തുന്ന പ്രകാശമാണ് വേണ്ടത്. എങ്കിൽ ഇത് പള്ളിയിലെ വിളക്കിൽ വെച്ച് കത്തിക്കണ്ട. പള്ളിയിലെ വിളക്കിൽ വെച്ച് കത്തിച്ചാൽ അതിന്റെ പ്രകാശം ഈ മച്ചു വരെ വരുള്ളൂ, ഈ തട്ട് വരെ വരുള്ളൂ. ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യനുണ്ടാകും, അവന്റെ ഭക്ഷണത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഉണക്കറൊട്ടി കഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ടാവും, അവൻ ഈ ഒലിവെണ്ണയിൽ കുത്തിയിട്ട് ഇത്തിരി സോഫ്റ്റ് ആയിട്ട് അത് തിന്നട്ടെ, എങ്കിൽ ആ എണ്ണയുടെ പ്രകാശം അർശ് വരെ എത്തിച്ചേരും. ഇതാണ് ഇസ്ലാം. പള്ളിയിൽ വിളക്കെത്തിക്കണ്ടെന്ന്, വിളക്കെത്തിക്കരുത് എന്നല്ല പറയണത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇതിലേക്ക് ആവശ്യക്കാരനായി ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള പൊതുപരിപാടികൾ ചെലവഴിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത അതിന് ലഭ്യമാകുമെന്ന്. 37 പേര് മരിച്ച കുടുംബമുണ്ട്, 60 ചില്ലാനം ആളുകൾ മരിച്ച കുടുംബമുണ്ട്. അവർക്ക് വേണ്ടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അർശ് വരെ എത്തിച്ചേരുന്ന പ്രകാശം സദക്ക വഴി നേടിയെടുക്കാനും നമ്മളൊക്കെ ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മരണപ്പെട്ട ആളുകൾക്ക്, മുഅ്മിനീങ്ങളായ മരണപ്പെട്ട ആളുകൾക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. മരണപ്പെട്ട എല്ലാ മനുഷ്യരും, പാവപ്പെട്ട കുറേയേറെ മനുഷ്യരുണ്ട്, അവരുടെ ബന്ധുമിത്രാദികൾക്ക് അല്ലാഹു മനസ്സമാധാനം നൽകട്ടെ. അത്തരം ദുരന്തങ്ങളിൽ നിന്ന്, വലിയ ഈമാനും വിശ്വാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെയൊക്കെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.